നാട്ടിലും വീട്ടിലും വിലയില്ലാത്ത ഒരാളുടെ പേര് വേദപുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? എത്ര കുറവുള്ള ഒരാളാണേലും ദൈവത്തിൻ്റെ മനസ്സിനകത്ത് എനിക്കും നിനക്കും ഒരു സ്ഥാനമുണ്ടെന്നാണ്. മറക്കേണ്ടത് മറക്കാനും ഓർക്കേണ്ടത് ഓർക്കാനും ഒരു കൃപ തരണേന്ന് മാത്രം പ്രാർത്ഥിക്കുക. അത് വലിയ കാര്യമാണ്. നമ്മൾ നേരെ തിരിച്ചാണ്. മറക്കേണ്ടത് എന്നും ഓർത്തോണ്ടിരിക്കും, ഓർക്കേണ്ടത് അതിവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ മറന്നുപോകും. ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുഗ്രഹം കുടുംബത്തിൽ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയില്ല. നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ തലമുറയോ നഷ്ടപ്പെട്ടു പോകാൻ, തകർന്നു പോകാൻ ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിൻ്റെ ബലമുള്ള സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതുപോലെ, ഞാൻ കരഞ്ഞ കണ്ണുനീരിൻ്റെ കണക്കെടുത്താൽ അത് കടലിൻ്റെ വെള്ളത്തോളം വരുമെന്ന്. ഞാൻ കരഞ്ഞ കണ്ണുനീരിൻ്റെ കണക്കെടുത്താൽ അതൊത്തിരി വരും. ജീവിതത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. മനസ്സ് തകർന്നു പോയവരുണ്ട്. ഒത്തിരി സ്നേഹിച്ചവരെല്ലാം ഒത്തിരി വേദന തന്ന സാഹചര്യമുണ്ട്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും യേശുവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. മരണത്തെ ജയിച്ച ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ദൈവം ഈ അവസ്ഥയിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ തകർന്നു തരിപ്പണമായ അവസ്ഥയിൽ നിന്ന് എന്നെ ഉയർത്ത് എഴുന്നേൽപ്പിക്കും. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്ക് കേട്ട് വല വീശിയപ്പോൾ ആ വല നിറയെ മത്സ്യങ്ങളെ കിട്ടി. ആ മത്സ്യം കൊണ്ട് ആ വള്ളം മുഴുവൻ നിറഞ്ഞു എന്നെഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ വലയിൽ ആ വള്ളത്തിൽ മീൻ നിറഞ്ഞ് കവിഞ്ഞതുപോലെ കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഞങ്ങളിൽ ദൈവാനുഗ്രഹങ്ങൾ വന്നു നിറയണമേ. ദൈവത്തിൻ്റെ സ്നേഹം വന്നു നിറയണമേ. ദൈവത്തിൽ നിന്നുള്ള നന്മ വന്നു നിറയണമേ. ജീവിതത്തിനകത്തൊരു നിറവുണ്ടാകട്ടെ. ജീവിതത്തിനകത്തൊരു നിറവുണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ആ ബന്ധത്തിനകത്തൊരു സമാധാനം വന്ന് നിറയട്ടെ. ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, ആ ബന്ധത്തിനകത്ത് ദൈവീകമായൊരു സ്നേഹവും സമാധാനവും വന്നു നിറയട്ടെ, വന്നു നിറയട്ടെ. എല്ലാ ദുഃഖങ്ങളെയൊക്കെ വന്നു പറയാൻ, പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയ ഒരിടം തന്നെയാണിത്. നമുക്കായി ദൈവം ഒരുക്കിയ സ്ഥലമാണ്. കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി സ്നേഹിച്ചവരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിട്ട് പോയല്ലോ. ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം. ജീവിതത്തിൽ എത്രയോ ശരി പോലെ തോന്നുന്നില്ലേ? ഒത്തിരി നമ്മൾ സ്നേഹിച്ചവരൊക്കെ ഒത്തിരി വേദന തന്നിട്ട് പോകുന്നു. ഒത്തിരി സ്നേഹിച്ച പലരും ചിലരാൽ ചതിക്കപ്പെട്ടു പോയി, വഞ്ചിക്കപ്പെട്ടു. കണ്ണുകളടച്ചത് വിശ്വാസത്തിൽ പറഞ്ഞേ, ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോ
നെഞ്ചു തകർന്നു കരരുമ്പോഴെന്നെ നെഞ്ചോട് ചേർക്കുമെൻ ഈശോനാഥ. നെഞ്ചു തകർന്നു കരരുമ്പോഴെന്നെ നെഞ്ചോട് ചേർക്കുമെൻ ഈശോനാഥ. ഓ എൻ്റെ സ്നേഹമേ, വന്നോ നിറഞ്ഞിടണേ. ഒന്ന് പാടി. ഓ എൻ്റെ സ്നേഹമേ, വന്നോ നിറഞ്ഞിടണേ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വച്ചാണോ പ്രാർത്ഥിക്കുന്നത്? ആരുടെയൊക്കെ പേര് പറഞ്ഞാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചത്? നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചതും എഴുതി പ്രാർത്ഥിച്ചതും അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കട്ടെ. എഴുതി പ്രാർത്ഥിച്ചതും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചതുമായ ചില കാര്യങ്ങളില്ലേ, അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കട്ടെ. അക്ഷരാർത്ഥത്തിൽ അത് നിങ്ങൾ ചിലരുടെ പേരുകളൊക്കെ ഇപ്പോൾ ഓർത്തു, ചിലരുടെ മുഖങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ പെട്ടെന്ന് വന്നു. ഒത്തിരി സ്നേഹിച്ചോരെല്ലാം എന്നൊക്കെ പറഞ്ഞ് പാടിയപ്പോഴേ ചിലരുടെ മുഖങ്ങൾ പെട്ടെന്നങ്ങ് തെളിഞ്ഞു വന്നു. ചിലർ പറഞ്ഞ വാക്കുകൾ ഓർത്തു, ചിലർ അന്ന് പറഞ്ഞ വലിയ വായിൽ പറഞ്ഞ വലിയ വാക്കുകൾ ഓർത്തു. അതെല്ലാം ഒരു ചതിയായിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലർക്ക് പിടികിട്ടി. എന്നെ പറ്റിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഒത്തിരി നെഞ്ച് തകർന്നു പോയ അനുഭവമുള്ളവരുണ്ട് ഇതിനകത്ത്. ഒത്തിരി സ്നേഹിച്ചും അധ്വാനിച്ചും ഒക്കെ വളർത്തിയ മക്കൾ ഇന്നങ്ങ് വലിയ രാജ്യത്തൊക്കെ എത്തിക്കഴിഞ്ഞപ്പം അപ്പനെ അമ്മയും വിളിക്കുന്നു പോലുമില്ല. ഒത്തിരി സ്നേഹിച്ച് വളർത്തിയ മക്കൾ ഇന്ന് അകലം വിട്ട് ദൂരെ നിൽക്കുന്നു. ഒരു രൂപ കൊടുത്ത് സഹായിക്കുന്നില്ല. വാക്കുകൊണ്ട് പോലും വിളിച്ചിട്ട് അമ്മ സുഖമാണോ, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നോ എന്ന് പോലും ചോദിക്കുന്നില്ല. ജീവിത പങ്കാളി അകന്നു നിൽക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഒത്തിരി സ്നേഹിക്കേണ്ടവരാ നമ്മൾ സ്നേഹിച്ച പലരും. പക്ഷെ അവരൊക്കെ ഇന്ന് നെഞ്ച് തകരുന്ന വേദനയാണ്. പുറമേ ഈ ഗ്യാരണ്ടിമാല പോലെയാണ്. പുറമേ നോക്കുമ്പോൾ സ്വർണ്ണമാലയാണെന്ന് തോന്നും, പക്ഷേ അത് വെറും കളറ് പൂശിയത് ഗ്യാരണ്ടി. ഇതുപോലെയാ. പുറമേ ചിരിച്ച് കളിച്ച് നടക്കുമെങ്കിലും അകമേ ഒത്തിരി ദുഃഖമുള്ളവർ ഈ കൂട്ടത്തിലില്ലേ? തകർന്നു പോയ മനുഷ്യരില്ലേ? നിങ്ങളുടെ വേദനയിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് കേട്ടോ. നിങ്ങളുടെ വേദനയ്ക്കൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നവരാകട്ടോ ഞങ്ങൾ. നിങ്ങൾക്ക് വേദനയും പ്രയാസവും വരുമ്പോൾ ധൈര്യപൂർവ്വം ഒരു വീട്ടിൽ എന്ന പോലെ ഓടിക്കേറി വരാൻ പറ്റിയ സ്ഥലമാകട്ടോ ഇത്. നിങ്ങളുടെ വേദനയ്ക്കൊപ്പം നിൽക്കുന്നതാണ്. ഒന്നാ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയുവാണ്, ആരാ ഒത്തിരി സ്നേഹിക്കേണ്ടവർ, ഒത്തിരി സ്നേഹിച്ചവരൊക്കെ ഇന്ന് തരുന്നതോ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒത്തിരി വേദനകൾ. ആ ഒരു സ്ഥലത്തൊക്കെ യേശുവിൻ്റെ വാക്ക് കേട്ട് വല ഇറക്കിയപ്പോൾ വല നിറയെ മത്സ്യം, ആ വള്ളം നിറയെ മത്സ്യം നിറഞ്ഞതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവ സ്നേഹം നിറയട്ടെ. ദൈവത്തിൽ നിന്നുള്ള നന്മകൾ നിങ്ങളിൽ നിറയട്ടെ. ദൈവത്തിൽ നിന്നുള്ള സൗഖ്യം നിങ്ങളിൽ നിറയട്ടെ. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, അഭിഷേകം, കൃപാവരങ്ങൾ നിങ്ങളിൽ നിറയട്ടെ. നിങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ചേർന്ന് പറഞ്ഞേ, ഒത്തിരി സ്നേഹിച്ചോരെല്ലാം എന്താ നൽകിയത്? സത്യമല്ലേ? ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പര തന്നിടുമ്പോൾ നെഞ്ചു തകരുമ്പോഴെന്നെ നെഞ്ചോടു ചേർക്കുമെൻ ഈശോനാഥ. നെഞ്ചു തകർന്നു കരയുമ്പോഴെന്നെ നെഞ്ചോടു ചേർക്കുമെൻ ഈശോനാഥ.
അതുകൊണ്ട് പറഞ്ഞ് ഓ എൻ്റെ സ്നേഹമേ വന്നോ നിറഞ്ഞിടണേ. വിശ്വാസത്തോടെ അത് പറഞ്ഞ് ഓ എൻ്റെ സ്നേഹമേ വന്നോ നിറഞ്ഞിടണേ. കണ്ണുകൾ അടച്ച് കരങ്ങൾ അല്പം യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച്, പ്രിയപ്പെട്ടവരെ, ചില സമയത്തൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് തകർന്നു പോകാറുണ്ട്. ജീവിക്കണ്ടെന്ന് പോലും ചിലപ്പോൾ നമുക്ക് തോന്നും. നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഈ സങ്കടം പറഞ്ഞാൽ നമ്മളോട് ചിലർ ചോദിക്കും, അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നിനക്കെന്നാ പറ്റി? എല്ലാവരെയും ഉപദേശിച്ചിട്ട് നിനക്കെന്താ, നീ എന്താ പറ്റി? ചിലപ്പോൾ നമുക്ക് തോന്നും എല്ലാം ശൂന്യമാണ്, അർത്ഥമൊന്നുമില്ല, ഇതിനൊന്നും ഒരു കഥയില്ല, ഇനി പ്രാർത്ഥിക്കണ്ട, ഇനി വചനം കേൾക്കണ്ട, ഇനി വചനം പ്രസംഗിക്കണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോഴൊക്കെയും ദൈവവചനം തുറന്നു വച്ച് ആ തുറക്കുമ്പോൾ കിട്ടുന്ന വചനം അതൊരു പാരഗ്രാഫായിരിക്കും. ചുമ്മാ തുറന്നപ്പോൾ കിട്ടിയൊരു ഭാഗമായിരിക്കും. അതൊരു 2-3 പ്രാവശ്യം വായിച്ച് കഴിയുമ്പം ആരോ ബലപ്പെടുത്തുന്ന പോലെ, ആരോ ശക്തിപ്പെടുത്തുന്നത് പോലെ, എവിടെ നിന്നോ കിട്ടുന്നൊരു എന്തൊക്കെയോ ഒരു ധൈര്യം വന്ന് ആ നമ്മുടെ ശരീരത്തിലും മനസ്സിലും നിറയ്ക്കാൻ തുടങ്ങും. ഇതുപോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു മേഘം ഇവിടെയുണ്ട്, ഒരു മഹിമയിൽ മേഘം ഈ ജനത്തെ മൂടിക്കൊണ്ടിരിക്കുന്ന. മോശ പറഞ്ഞു, ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു മേഘം ഞാൻ കാണുന്നു എന്ന്. ഇത് 365 ദിവസവും ദൈവവചനം പറയുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ കണ്ണുനീരോടെയുള്ള നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ്, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ്. ഇതൊരിക്കലും വെറുതെയാകില്ല. കരങ്ങളെ അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു മേഘം ആരോ ബലപ്പെടുത്തുന്നു. ഇവിടെ നിൽക്കുന്ന പലരും പറഞ്ഞില്ലേ, ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ എന്തോ ഒരു ആശ്വാസം, ആരോ ചേർത്ത് പിടിക്കുന്നത് പോലെ, ആരോ ഒരു ഉറപ്പ് നൽകുന്നത് പോലെ, ആരോ ചില ബലം നൽകുന്നത് പോലെ, എന്തോ ഒരു ശക്തി എന്നെ ബലപ്പെടുത്തുന്നു. എന്തോ ഒരു ബലം, എവിടെ നിന്നോ കിട്ടാത്ത ഒരു പ്രത്യാശ എന്നിൽ നിറയുന്നു. വള്ളത്തിലും വലയിലും മീൻ നിറഞ്ഞതുപോലെ സമാധാനം നിറയട്ടെ, സ്വസ്ഥത നിറയട്ടെ, ധൈര്യമുണ്ടാകട്ടെ. ഒരു മഹിമയിൽ മേഘം இந்த இடத்தை மூடுதே, ഒരു മഹിമയിൽ മേഘം എൻ ജനത്തെ മൂടുതേ, ജനത്തെ മൂടുതേ. പറഞ്ഞു, ഒരു മഹിമയിൽ മേഘം இந்த இடத்தை மூடுதே, ഒരു മഹിമയിൽ മേഘം എൻ ജനത്തെ മൂടുതേ, ജനത്തെ മൂടുതേ. വിലകാത മേഘം നീ, മുൻസെല്ലം മേഘം നീ, വിലകാത മേഘം നീ, മുൻസെല്ലം മേഘം നീ. അതുകൊണ്ട് ആവിയാനവരെ, അൻപിൻ ആവിയാനവരെ, നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ചിലർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചിലർ പ്രാർത്ഥിക്കുന്നവരല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചിലർ വചനം കേൾക്കുന്നവരല്ല. നിങ്ങൾ പ്രാർത്ഥിച്ച്, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന എൻ്റെ മകൻ, മകൾ, എൻ്റെ ജീവിത പങ്കാളി, ദൈവമേ നിൻ്റെ വചനം കേൾക്കാൻ ഇടയാകണമേ. അവരും കൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ച്, അസൂയയില്ലാതെ ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? എന്താ അസൂയയില്ലാതെ എന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണമെന്ന് മാത്രമല്ല, കർത്താവേ എൻ്റെ കൂടെയുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ ഇടവരണമേ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്കൊന്നിരിക്കാം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയായിരുന്നു.
രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു. ഇന്നലെയും 2 സഹോദരിമാർ പറയുന്നത് കേട്ടു, ഇവിടെയുള്ള മനുഷ്യരൊക്കെ എങ്ങനെയാണ് ഈ ജീവിക്കുന്നതെന്ന്. ഇവിടുന്ന് വന്നവരൊന്നുമല്ല, എവിടുന്നോ വന്നവരാണ്. അവർ തണുത്ത് വിറച്ചുകൊണ്ട് പറയുക. അവർ പറയുന്നത് വേറെ ആരും കേട്ടു എന്ന് അവർ കണ്ടിട്ടില്ല. അവർ പറയൂ, എൻ്റെ എടി ഇവിടെയുള്ളവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തോ ഒരു തണുപ്പായത്, ചത്തുപോകുമല്ലോ. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലമാണ്. എന്തായാലും ദൈവം ഈ മഴയും തണുപ്പും കോടയും ഒക്കെയുള്ള സ്ഥലത്ത് നിങ്ങളെ എത്തിച്ചല്ലേ. ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഇതൊക്കെ ഒന്ന് കാണാനും യൂറോപ്പ് പോലെ ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. കാനഡയിലുള്ള തണുപ്പ് പോലെ ഇല്ലേലും UK തണുപ്പൊന്നും അല്ലേലും വയനാട്ടിലെ തണുപ്പും കൊള്ളാം. ഈ തണുപ്പ് ഒരു ഭാഗ്യമാണ്. ചിലരൊക്കെ തണുപ്പ് കാരണം ഉറങ്ങിയിട്ടില്ല അല്ലേ? എന്നാലും സാരമില്ല, നിങ്ങൾ വന്ന് എന്ത് ആഗ്രഹത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴേ 2 കാര്യങ്ങൾ പ്രധാനമായി നിങ്ങളോട് നല്ല കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യമാണ്, നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിന് ഇതുപോലത്തെ ചിറകില്ല. ഇതെന്നതാ? ഇത് എന്തുവാ പടം? ആ മാലാഖയുടെ പടമാണ്. ചിറകൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. പക്ഷെ ദൈവവചനത്തിന് ചിറകില്ല. എന്നാൽ ഒരു മനുഷ്യൻ ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പം അവൻ ആ അവസ്ഥയിൽ നിന്ന് ഉയരാനും പറക്കാനുമുള്ള ചിറക് ആ വചനം വിശ്വസിക്കുന്നവന് ദൈവം കൊടുക്കും. വിശ്വസിക്കുന്നവന് ദൈവം കൊടുക്കുന്ന ചില ചിറകുണ്ട്. ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഞങ്ങളെ ആര് രക്ഷപ്പെടുത്താനാ? നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമില്ലേലും നിങ്ങൾക്ക് തന്നെ രക്ഷപ്പെടാനുള്ളൊരു ചിറക് ദൈവം സമ്മാനിക്കുമെങ്കിലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ദൈവവചനം പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്തിനൊരനുഗ്രഹമുണ്ട്. ഈ സ്ഥലത്തുള്ള പ്രാർത്ഥന ഒത്തിരി അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനവും പ്രാർത്ഥനയും ഇല്ലാത്തവനെ പിശാച് നിയന്ത്രിക്കും. ആരെ? ദൈവവചനവും പ്രാർത്ഥനയും ഇല്ലാത്തവനെ പിശാച് നിയന്ത്രിക്കും. എന്നാൽ ദൈവവചനവും പ്രാർത്ഥനയും ഉള്ളവൻ പിശാചിനെ നിയന്ത്രിക്കും. രണ്ടും പിടികിട്ടിയോ? ദൈവവചനവും പ്രാർത്ഥനയും ഇല്ലാത്തൊരു വ്യക്തിയെ, കുടുംബത്തെ പിശാച്, പിള്ളേർ ഗ്രൗണ്ടിൽ പന്ത് തട്ടുന്ന പോലെ തട്ടി കളിക്കും. എന്നാൽ ദൈവവചനവും പ്രാർത്ഥനയും ദൈവാശ്രയത്വവും ഉള്ളവൻ പിശാചിനെ നിയന്ത്രിക്കും. വരച്ച വരെ നിർത്തും. അതിനപ്പുറം ചാടിക്കിടക്കത്തില്ല. അത് ദൈവവചനത്തിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. വിശ്വസിക്കുന്നോ? ആ അനുഗ്രഹമാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക്, കുടുംബത്തിന് ലഭിക്കുന്നത്. ദൈവവചനം കേൾക്കുന്നൊരു വ്യക്തിക്ക് ചുറ്റും, പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിക്ക് ചുറ്റും ഒരു ദൈവശക്തിയുടെ വലയം രൂപപ്പെടുമെന്നാണ് പറയുന്നത്. ദൈവശക്തിയുടെ ഒരു വലയം രൂപപ്പെട്ടു വരും. അവനൊരു ദോഷവും വരികയില്ല. അവനൊരു തിന്മയും വരികയില്ല. അവനെ പിശാച് നിയന്ത്രിക്കില്ല. അവൻ പിശാചിനെ നിയന്ത്രിച്ച് നിർത്തും. ആ കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും എല്ലാം ആ അനുഗ്രഹം ലഭിക്കട്ടെ. ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു ഈ ഒരു കാര്യം. ജീവിതമെന്ന, നമ്മളെല്ലാം ഒത്തിരി പരീക്ഷ എഴുതി പാസ്സായവരാണ്. 1-ാം ക്ലാസ് മുമ്പ് തൊട്ട് നോക്കിയാൽ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വലിയ പരീക്ഷ, പിന്നെ അതിനിടയിലുള്ള പരീക്ഷ. എത്ര പരീക്ഷ എഴുതിയാലേ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിൽ എത്താൻ പറ്റുക? എല്ലാ
മിനിമം ഒരു 500,000 പരീക്ഷ എഴുതിയിട്ടുണ്ടാവും നമ്മളെല്ലാം കൂടെ കൂട്ടിയാൽ. 1000 പരീക്ഷ പഠിച്ച് കാണാപ്പാഠം പഠിച്ചും പറഞ്ഞും എഴുതി ജയിച്ചു. പക്ഷെ പലരും ജീവിതമാകുന്ന ഒറ്റ പരീക്ഷയിൽ വലുതായി തോറ്റുപോയി. ജീവിതമാകുന്ന പരീക്ഷയിൽ പലരും തോറ്റുപോയി. ഇവിടെ നമ്മൾ എന്തിനാ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്? ജീവിതമാകുന്ന പരീക്ഷയിൽ ഒരിക്കൽ പോലും തോറ്റുപോകാതിരിക്കാനാണ്. ഏറ്റവും എന്തിനാ നമ്മൾ പേപ്പറിൽ വായിക്കില്ലേ, ഒരു ഭാര്യയും അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുഴയിലേക്ക് ചാടി അവർ ആത്മഹത്യ ചെയ്തു. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുക ഇവർക്ക് എന്തിൻ്റെ കുഴപ്പമാണ്, അവർക്ക് എവിടെയെങ്കിലും പോയി ജീവിച്ചുകൂടായിരുന്നോ? നമുക്കിവിടെ ഇരുന്ന് വാർത്ത കേൾക്കുമ്പോൾ അഭിപ്രായം പറയാം. പക്ഷെ അവർ ജീവിതമാകുന്ന പരീക്ഷയിൽ എവിടെയോ തോറ്റുപോയോണ്ട് ആ വിഷമത്തിൽ ചെയ്തതാ. ഒരാൾ മണ്ണെണ്ണയൊഴിച്ച് ദേഹത്തേക്കൊഴിച്ച് തീ കൊളുത്തി മരിച്ചു പോയില്ല. എന്താ നീ ഇങ്ങനെ ചെയ്തത്? അവർ പറയും ജീവിതമാകുന്ന ഒരു പരീക്ഷണത്തിൽ ഞാൻ വല്ലാതെ തോറ്റുപോയി. ഇതിനകത്തിരിപ്പുണ്ട് ജീവിതമെന്ന പരീക്ഷയിൽ തോറ്റുപോയവർ. കാര്യം PhDയും ഡിഗ്രിയും ഒക്കെ എടുത്ത് ഡോക്ടറേറ്റൊക്കെ എടുത്ത് അങ്ങ് അറ്റം വരെ എത്തി, ഒന്നിനും തോറ്റിട്ടില്ല. പക്ഷെ ജീവിതമാകുന്ന പരീക്ഷയിൽ തോറ്റുപോയി. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും എന്തിനാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നേ? സങ്കടങ്ങൾ കൊണ്ടോ, കുടുംബജീവിതത്തിലെ പരാജയങ്ങൾ കൊണ്ടോ, പ്രതിസന്ധികളുടെ മുമ്പിലോ ജീവിതമെന്ന പരീക്ഷണത്തിൽ തോറ്റുപോയേക്കല്ലേ. പരീക്ഷയിൽ തോറ്റുപോകരുത്. പറഞ്ഞേ, പരീക്ഷയിൽ തോറ്റേക്കല്ലേ. പരീക്ഷയിൽ മരണത്തെ പോലും ജയിച്ചവനെയാ നമ്മൾ ആരാധിക്കുന്നത്. എന്തു പ്രശ്നമാകട്ടെ അതിൻ്റെ മുകളിൽ കയറി നിങ്ങൾ ജയിക്കും. ജയിക്കാനുള്ളൊരു ചിറക് ദൈവം സമ്മാനിക്കും. നിങ്ങൾ അറിയുന്ന പലരും ജീവിതത്തിൽ തോറ്റുപോയിക്കൊണ്ടിരിക്കുക. ചിലർ ജീവിതത്തിൽ തോറ്റുപോയപ്പോൾ അവർക്ക് സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം വേണം, മരുന്ന് വേണം. അവർക്ക് ഡിപ്രഷനാണ്, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ആത്മഹത്യാ പ്രവണതയാണ്, എപ്പം നോക്കിയാലും മരിക്കണമെന്നവർ ചിന്തിക്കുന്നു. സൈക്കാട്രിസ്റ്റിനടുത്ത് പോയി അവർ മരുന്ന് കഴിക്കുന്നു. എന്നാൽ ജീവിതത്തിൽ എവിടെയോ തോക്കാൻ തുടങ്ങുമ്പോഴാണ് ഡിപ്രഷൻ കയറി വരുന്നത്. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് പലരും തോറ്റുപോയത്. ആരും തോറ്റുപോയ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളും തോറ്റുപോകില്ല. തോറ്റുപോകാനായിരുന്നേ പണ്ടേ നിങ്ങൾ തോറ്റുപോയേനെ. ശരിയല്ലേ? ആ പ്രശ്നം വന്നപ്പം, ആ പ്രതിസന്ധി വന്നപ്പം, അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഉണ്ടായപ്പം, അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായപ്പം അവരും ഇവരും ഒക്കെ അതും ഇതും ഒക്കെ പറഞ്ഞ് നമ്മളെ മാനസികമായി തകർത്തപ്പം തോറ്റുപോയേനെ. തോറ്റുപോകാതെ പിടിച്ചു നിന്നത് ആരുടെയോ പ്രാർത്ഥന കൊണ്ട് കിട്ടിയ എന്തോ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും മതില് പോലെയുള്ളത് കൊണ്ടാണ്. വിശ്വസിക്കുന്നോ? ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം ജീവിതമാകുന്ന പരീക്ഷയിൽ തോറ്റുപോകാതിരിക്കാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വചനം പറയാൻ ആഗ്രഹിക്കുവാണ്. നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തികഞ്ഞവൻ്റെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുകയുള്ളെന്നാണ്. ഞാനും അങ്ങനെയാണ് കേട്ടിരുന്നത്. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കത്തില്ല, നീ ഇങ്ങനെ നടക്കുന്ന ആളല്ലേ, നീ ഇങ്ങനെ ചെയ്യുന്ന ആളല്ലേ, നിൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. കുറവുള്ള പ്രാർത്ഥന പോലും സ്വർഗത്തിൽ വലിയ വിലയുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം മറക്കുവോ? എൻ്റെ പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയാണ്? കുറവുള്ള ഒരു മനുഷ്യൻ്റെ കുറവുള്ള പ്രാർത്ഥനയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ പാടുന്നത്, കരമുയർത്തുന്നത്, നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞ് അപ്പുറത്തെ ഒരു വിശുദ്ധൻ്റെ പരിവേഷം അണിഞ്ഞൊന്നുമല്ല. നമുക്കെല്ലാവരും അയോഗ്യരാണ്. നമ്മൾ പച്ചയായ മനുഷ്യന്മാരാണ്, വെറും സാധാരണ മനുഷ്യന്മാരാണ്. വീണുപോയവരും തളർന്നു പോയവരും മനസ്സിടിഞ്ഞു പോയവരും ഒക്കെ ഇതിനകത്തുണ്ട്. ആരും തികഞ്ഞവരല്ല. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കുറവുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ ഞാൻ ബൈബിളിൽ കണ്ടു, കുറവുള്ളവൻ്റെ പ്രാർത്ഥന അതുപോലും ഗൗരവമായി കാണുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ആ വാക്യം ആദ്യം ഒന്നെടുക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള വാക്യത്തിൻ്റെ ഹെഡിങ് എന്നറിയാമോ? 2 പേരുടെ പ്രെയറാണ്. 2 പേര് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. 2 പേര് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക. ഒരു പുള്ളി പള്ളിയിലേക്ക് കയറിയിട്ടില്ല.
ഒരാൾ പള്ളിക്കകത്ത് കയറി ഭയങ്കര പ്രാർത്ഥനയാണ്. പള്ളി കയറിയിരുന്ന് പ്രാർത്ഥിച്ചവൻ്റെ പ്രാർത്ഥന വലിയ കാര്യമായിട്ട് എടുത്തില്ല. പള്ളി കയറാതെ ഒരാൾ ഒളിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഞാനൊരു കൊള്ളാത്തവനാണ്, ഞാനൊരു പാപിയാണ്, എനിക്ക് നോക്കാൻ പോലും യോഗ്യതയില്ല. അവൻ്റെ പ്രാർത്ഥനയാണ് ആദ്യം കേട്ടത്. പള്ളിക്കകത്തു നിന്ന് പ്രാർത്ഥിച്ചവൻ്റെ പ്രാർത്ഥനയേക്കാൾ ദൈവം ആദ്യം കേട്ടത് പള്ളിയുടെ പുറത്തു നിന്ന് പാപിയാന്ന് പറഞ്ഞവൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ കണ്ടുപിടുത്തമല്ല, ഞാൻ വായിച്ചു കേൾക്കാം. 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഫരിസേയനും ചുങ്കക്കാരനും. 2 പേരാ, ഫരിസേയനും ചുങ്കക്കാരനും. ഒരാൾ വലിയ പുള്ളിയും ഒരാൾ ലോക്കൽ ടീമുമാണ്. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ ഞങ്ങൾ വലിയ പുള്ളികളാണ്, വലിയ ആൾക്കാരാണ് എന്ന ധാരണ. എന്താ ധാരണ? ഞങ്ങളൊക്കെ വലിയ പുള്ളികൾ, ഞങ്ങൾ പ്രാർത്ഥിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ, ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലേ ഒരു ചുക്കൂടെ നടക്കത്തില്ല. ഭയങ്കര ധാരണയാണ്. അങ്ങനെ ധാരണയുള്ള ഒരാൾ ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ഒരു ഉപമ യേശു പറഞ്ഞു. 10-ാമത്തെ വാക്യം. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. 2 പേർ പള്ളി പ്രാർത്ഥിക്കാൻ പോയി. ദേവാലയത്തിൽ 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഒരാൾ വലിയ പുള്ളിയാണ്, മറ്റേയാൾ കുറവുള്ള മനുഷ്യനാണ്, ചുങ്കക്കാരനാണ്. ഇനി ഫരിസേയൻ എന്നാ പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. 11-ാമത്തെ വാക്യം. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പുള്ളി ഇരുന്നു പോലും ഇല്ല, നിന്നോണ്ട് തന്നെ പ്രാർത്ഥിച്ചു. ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ആ പ്രാർത്ഥന തുടക്കം നല്ല ഗംഭീരമായിട്ടുണ്ട്. നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വ്യഭിചാരികളെ പോലെയല്ല, ഞാൻ ചുങ്കക്കാരെ പോലെയല്ല, ഞാൻ നീതിരഹിതനെ പോലെയല്ല, ഞാൻ സൂപ്പറായൊരു മനുഷ്യനാണ്. അടുത്തതോ, ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഫരിസേയൻ പ്രാർത്ഥിച്ചിട്ട് കൈ ചൂണ്ടിയിട്ട് പറയാണ്, ദേ ആ പുറകെ നിൽക്കുന്ന പുള്ളിയെ പോലെ അല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. പുള്ളി വലിയ പുള്ളിയാണ്. നമ്മൾ 25, 50 നോമ്പ് 8 നോമ്പ് എടുക്കുന്നുള്ളൂ. പുള്ളി ആഴ്ചയ്ക്ക് 2 ദിവസം ഉപവാസം, ഫാസ്റ്റിംഗ് ആണ്. നിസ്സാരക്കാരനല്ല, വലിയ ഏതോ മൂത്ത പ്രാർത്ഥനക്കാരനാണ്, ഏതോ കൊടുകുത്തിയ കരിസ്മാറ്റിക്കാരനാണ്. എത്ര ദിവസം? ആഴ്ചയിൽ 2 ദിവസം ഫാസ്റ്റിംഗ്, ഉപവാസം. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കും. കറക്റ്റ് ദശാംശവും കൊടുക്കും. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക്. പുള്ളി കുറേ ദൂരെയാ നിൽക്കുന്നേ. ചുങ്കക്കാരൻ കുറവുള്ളവൻ എവിടെ നിൽക്കുന്നേ? അങ്ങ് മാറി നിൽക്കുക. ഈ പുള്ളി മുന്നിൽ കയറി നിൽപ്പുണ്ട്, ദശാംശം കൊടുക്കുന്നു, എല്ലാ സംഭവം ചെയ്യുന്നു. പുള്ളി വലിയ പുള്ളിയാ, വലിയ ആളാ, ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. മിക്കവാറും ആ പള്ളിയിലെ വലിയ ഏതോ ആളാണ്. പക്ഷെ അപ്പുറത്തിരുന്ന് ചുങ്കക്കാരൻ പറയുക, ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും, നേരെ ദൈവസന്നിധിയിലേക്കൊന്ന് നോക്കാൻ പോലും ധൈര്യമില്ലാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ പാപിയായ ഞാനൊരു കൊള്ളാത്തവനാണ്, എനിക്ക് ഒത്തിരി അഴുക്കുണ്ട്, എൻ്റെ ശരീരവും മനസ്സും എല്ലാം അഴുക്ക് പറ്റിയ ചെളി പറ്റിയിട്ടുണ്ട്, ഞാനൊരു പാപിയാണ് എന്ന് പ്രാർത്ഥിച്ചു. ഇനി ആരുടെ പ്രാർത്ഥനയാണ് ദൈവം ആദ്യം കേട്ടെ? ദശാംശം കൊടുക്കുന്നു, ഉപവസിക്കുന്നു, വേറെ തോന്നിവാസത്തിനൊന്നും പോയിട്ടില്ല. പുള്ളി കൈ ചൂണ്ടി പറഞ്ഞേ, അപ്പുറത്ത് നിൽക്കുന്ന പുള്ളി വെറും പോക്ക് കേസാണ്, അയാളെപ്പോലൊന്നുമല്ല, ഞാൻ വളരെ പക്കയായിട്ട് ജീവിക്കുന്ന ആളാ. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്? 14-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് യേശു ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ, അവിടെ എഴുതിയിട്ടുണ്ട്, ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയെന്ന്. ഏറ്റവും കൂടുതൽ അവിടെ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടത് ആരാ? ദൂരെ നിന്ന്, കർത്താവേ ഞാനൊരു പാപിയാണ്, ഞാനൊരു കുറവുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞവനെയാ സ്വർഗം ആദ്യം കേട്ടത്. ഇവിടെ ഇരിക്കുന്ന ആരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം ആദ്യം കേൾക്കുക? കുറവുള്ള എൻ്റെ പ്രാർത്ഥനയാണെങ്കിലോ ദൈവം ആദ്യം കേട്ട് മറുപടി തരുന്നത്. എഴുതിയിട്ടുണ്ട്, ഫരിസയനേക്കാൾ
നീതീകരിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ ആ ചുങ്കക്കാരനാണ്. എൻ്റെ ദൈവം ആരാന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഇതിനകത്ത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഞാനാ ഇതിനകത്ത് ഏറ്റവും വലിയ പാപി എന്ന്? നിന്റെ പ്രാർത്ഥനയായിരിക്കും ആദ്യം ഇന്ന് ദൈവം കേൾക്കുക. ആദ്യം നിന്നെ ആയിരിക്കും ദൈവം ചേർത്ത് പിടിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ദൈവം കുറവുകൾ കണ്ട് തള്ളിക്കളയുന്നവനല്ല, കുറവുകളോടുകൂടെ ചേർത്തു നിർത്തുന്നവനാണ് എൻ്റെ ദൈവം. ഇവിടെ ഇരിക്കുന്ന പല കുറവുകളുള്ള മനുഷ്യരുണ്ട്. ചിലർ ഇന്ന് കരഞ്ഞുകൊണ്ട് കുമ്പസാരിച്ചിട്ടുണ്ട് അവരുടെ കുറവുകൾ. ചിലർ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ കുമ്പസാരിക്കുമ്പോൾ ഈ വൈദികൻ എന്നാ വിചാരിക്കും എന്നെക്കുറിച്ച്. ചിലപ്പോൾ നിന്നെ ആയിരിക്കും ദൈവം ആദ്യം ഇന്ന് ചേർത്ത് നിർത്തിയത്. നിന്റെ പ്രാർത്ഥനയ്ക്കായിരിക്കും ആദ്യത്തെ മറുപടി എന്ന് വരുന്നത്. കുറവുകളുള്ള മനുഷ്യന്റെ കുറവോടെയുള്ള പ്രാർത്ഥന പോലും ദൈവസന്നദ്ധയിൽ ഗംഭീരമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദൈവവചനമാകുന്ന മഹാ അത്ഭുതത്തിന്റെ മുമ്പിലാണ്. ഒരു നിമിഷം, നിങ്ങളുടെ ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കൂല, ഈ പ്രസംഗിക്കുന്ന പുള്ളി പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ. അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാലും ചിലപ്പോഴല്ല ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയും കേട്ടിരിക്കും. നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ വലിയ പുള്ളിയായി ഇവിടെ നിന്നുകൊണ്ടും നിങ്ങൾ താഴെ ഇരുന്നുകൊണ്ടും അല്ല, നമ്മളൊരു കുടുംബം പോലെ നിന്നുകൊണ്ട്, നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഞാൻ വലിയ പുള്ളിയായി നിന്നുകൊണ്ടല്ല, ഞാൻ നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ഒരു കുടുംബമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനവും പ്രാർത്ഥനയും നിനക്കുണ്ടോ? നീ പിശാചിനെ നിയന്ത്രിക്കും. ദൈവവചനവും പ്രാർത്ഥനയും ദൈവാശ്രയത്വം ഇല്ലേ, പിശാച് നിന്റെ വീടിനെ ഇട്ട് വട്ടം കറക്കും, നിയന്ത്രിക്കാൻ തുടങ്ങും. ഏത് വേണം തിരഞ്ഞെടുത്തേ. ഈ കേട്ട വചനം ഒന്ന് വിശ്വസിച്ച്, കുറവുള്ള എൻ്റെ പ്രാർത്ഥന ഇന്ന് സ്വർഗത്തിലെത്തുന്ന ദിവസമാണ്. കുറവുള്ള എൻ്റെ മുഖം സ്വർഗം കാണുന്ന സമയമാണ്. കുറവുള്ള എൻ്റെ ശരീരവും മനസ്സിനെയും ദൈവം ഇന്ന് അനുഗ്രഹിക്കുന്ന സമയമാണ്. ഒരു പുതിയ ജീവിതം നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്ന സമയമാണ്. അനുഗ്രഹത്തോടെ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോകാൻ ദൈവം ഒരുക്കിയ ഒരു ഇടമാണിത്. ക്ഷണിക്കപ്പെട്ടവർ ദൈവവചനം കേൾക്കുന്ന സ്ഥലമാണിത്. എല്ലാവരുമല്ല ക്ഷണിക്കപ്പെട്ടവർ വിരുന്നുമേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരു സമയമാണ്. ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, അതുകൊണ്ട് തന്നെ ഒരു പാട്ടുണ്ട് കേട്ടോ. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ സ്നേഹിക്കുന്നൊരു ദൈവത്തെക്കുറിച്ച് അനുഗ്രഹീതനായ പാട്ടുകാരൻ പാട്ട് എഴുതിയിട്ടുണ്ട്, അത് പാടിയിട്ടുമുണ്ട്. നല്ല ഈണം കൊടുത്ത് എല്ലാ കണ്ണുകളും അടച്ച്. ദൈവം ആരാന്നറിയാമോ? നിങ്ങളുടെ ഭാര്യ ഏതാ, നിങ്ങളുടെ ഭർത്താവ് എന്താ സ്വഭാവം? എന്തേലും കണ്ടാൽ വഴക്കുണ്ടാക്കും, എന്തേലും കണ്ടാൽ പിണങ്ങിപ്പോകും, എന്തേലും കണ്ടാൽ 10 ദിവസത്തേക്ക് മിണ്ടാതിരിക്കത്തില്ല. എന്നാൽ ദൈവം ആരാണ്? നിന്റെ അവസ്ഥയുടെ മുമ്പിൽ മുഖം വീർപ്പിച്ചിരിക്കുന്നവനല്ല, നിന്റെ അവസ്ഥയ്ക്ക് മുമ്പിൽ പിണങ്ങിപ്പോകുന്നവനല്ല. ബൈബിളിൻ്റെ ഒരു താളിലും ദൈവം പിണങ്ങിപ്പോയതായി കണ്ടിട്ടില്ല. ബൈബിളിൻ്റെ ഒരു താളിലും ദൈവം മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടില്ല. ഈ വചനം നിന്നോട് പറയുക, ഏതൊരവസ്ഥയിലും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കുറവുള്ള ആളാണോ? സാരമില്ല കുഞ്ഞെ. വീണുപോയ ഒരാളാണോ? സാരമില്ല. നിനക്കൊരു പുതിയ ജീവിതം തരാൻ ദൈവം ഇവിടെ വെച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം അനുഭവിച്ചറിയുന്ന ഈ സമയത്ത് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം തരുന്ന സമയമാണ്. ഏതൊരു അവസ്ഥയിലും യാതൊരു കണ്ടീഷൻസും കൂടാതെ, യാതൊരു വ്യവസ്ഥകളും കൂടാതെ വിശ്വസിക്കുന്നോ ഇത്? ഇതിനകത്ത് ചിലര് പറഞ്ഞിട്ടില്ലേ, നിന്നെ എന്തിനു കൊള്ളാം, നിന്നെ പോലെ മോശം വേറൊരാളില്ല. സുഹൃത്തെ, ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല. മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും, ദേശക്കാർ തള്ളിക്കളഞ്ഞാലും, ബന്ധുമിത്രാദികൾ അഥവാ ബൈബിൾ പറഞ്ഞത്, അമ്മ നിന്നെ ഉപേക്ഷിച്ചാൽ കൂടി, അമ്മ പോലും നിന്നെ ഉപേക്ഷിച്ചാൽ കൂടി, കുടുംബക്കാർ നിന്നെ തള്ളിക്കളഞ്ഞാൽ കൂടി ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. വിശ്വസിച്ച് പറഞ്ഞ്, കുറവുള്ള എൻ്റെ പ്രാർത്ഥന പോലും ദൈവസന്നിധിയിൽ എത്തുമെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നതിന് എനിക്ക് നന്ദി പറയുന്നു. ഞാൻ നന്ദി പറയുന്നു. ഹാലേലൂയ. ഒന്ന് ശബ്ദം ഉയർത്തി ചേർന്ന് പാടിയേ. അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, യാതൊരു വ്യവസ്ഥകളും, ശബ്ദം ഉയർത്തി, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥ. അടുത്ത ആ മലയാള വാക്ക് ഇല്ലാതെ എന്നാണ്. ഇല്ലാതെ. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ പേര്
അതിരുകളില്ലാത്ത ആ സ്നേഹത്തെ നമ്മൾ വിളിക്കുന്നത് സ്നേഹത്തിന്റെ സ്വഭാവം നിത്യസ്നേഹം. അടുത്ത പ്രത്യേകത അളവുകളില്ലാത്ത ആ സ്നേഹത്തെ എങ്ങനെ വിളിക്കും? ദൈവ പ്രത്യേകത നിത്യസ്നേഹം. ഒരു കരം അല്പമൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവസ്നേഹത്തെക്കുറിച്ച് പാടിയത് ഏതൊരവസ്ഥയിലും. നിങ്ങളുടെ അവസ്ഥ ഏതാ? നിങ്ങളുടെ അവസ്ഥ ഏതാ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ അവസ്ഥ ഏതാണെന്ന്. കർത്താവ് എൻ്റെ അവസ്ഥ ഇവിടെ ആർക്കും കാണത്തില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, എൻ്റെ ഇടത്തും വലത്തും മുമ്പിലും ഒക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഓരോ അവസ്ഥകളുണ്ട് കുഞ്ഞെ. ആരും എല്ലാം തികഞ്ഞവരല്ല, നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല. നമ്മൾ ഏറ്റു പറഞ്ഞേ, കർത്താവേ ഞങ്ങൾ പാപികളാണ്, കർത്താവേ ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഒന്ന് ഒരുമിച്ച് പാടുക. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ഏറ്റവും പുറകിൽ ഇരിക്കുന്ന ആളും പറ്റും പോലൊന്ന് പാടിക്കേ, ഏറ്റവും മുമ്പിൽ ഇരിക്കുന്ന ഒരാളും പറ്റും പോലൊന്ന് പാടിയേ, നടുക്കിരിക്കുന്ന ആളുകൾ, സൈഡിലിരിക്കുന്നവർ, ശബ്ദം കേൾക്കുന്നവർ പറ്റും പോലൊന്ന് മൂളി നോക്കിക്കേ, പറ്റും പോലൊന്ന് പാടിക്കേ. ആ പാടുന്നതും ഒരു പ്രാർത്ഥനയാകട്ടെ. വിശ്വസിച്ച് അനുഭവിച്ച് പാടിയേ നിത്യസ്നേഹം. അടുത്തത് അളവുകളില്ലാത്ത സ്നേഹം. ദൈവസ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും. അടുത്ത വാക്ക് അനുഗ്രഹമാണ്. യാതൊരു വ്യവസ്ഥകളും ഇത് വിശ്വസിക്കുന്നത് യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ പറഞ്ഞ് ഇല്ലാതെ അതിരുകളില്ലാത്ത ദൈവസ്നേഹം, പറഞ്ഞേ നിത്യസ്നേഹം. ഒരു കരം ഉയർത്തി വിശ്വാസത്തോടെ പറഞ്ഞ് ഹല്ലേലൂയാ. എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയാ. ഈ പാട്ട് തന്നെ 1 മണിക്കൂർ പ്രസംഗിക്കാനുണ്ട്. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും. അങ്ങനെ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നോ? അങ്ങനെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നോ? അങ്ങനെ ഒരവസ്ഥ വന്നാൽ പിന്നെ അത് പറഞ്ഞ് എന്നും വഴക്കായിരിക്കും. ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ഇങ്ങനെ ചോദിച്ചു, നീ അത് മറന്നില്ലേ ഇതുവരെ ആയിട്ടും? എന്താ ചോദിച്ചേ? നീ അത് മറന്നില്ലേ? അപ്പോൾ ഭാര്യ പറയാ, ഞാനങ്ങനെ മറക്കൂന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മനുഷ്യാന്ന്. ഈ ആക്ഷൻ എൻ്റെ അല്ല, പുള്ളിക്കാരത്തിയുടെയാണ്. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. വേറൊരു ഭാര്യ ഭർത്താവിനോട് പറയാ, നിങ്ങളുടെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നു, നിങ്ങളിനി അവിടെ പോയിരുന്നാൽ ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ കാല് ഞാൻ വെട്ടും. അല്ല, നീ ഇത് മറന്നില്ലേ ഇതുവരെയായിട്ട്? ഞാനങ്ങനെ മറക്കൂന്ന് വിചാരിക്കേണ്ട മനുഷ്യാന്ന്. ഒത്തിരി പേര് നല്ല സന്തോഷത്തോടെ എന്നെ നോക്കിയിട്ടുണ്ട്. പലരുടെ അനുഭവമാണ് എനിക്ക് മനസ്സിലായത്. മനുഷ്യൻ പലതും മറക്കത്തില്ല. പക്ഷെ ദൈവം പാട്ടെന്താ പാടിയത്? പാട്ടെന്താ? ഏതൊരവസ്ഥയും ദൈവം അത് പറയില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അതാണ് മറക്കേണ്ടത് മറക്കാനും ഓർക്കേണ്ടത് ഓർക്കാനും ഒരു കൃപ തരണേന്ന് മാത്രം പ്രാർത്ഥിക്കുക. അത് വലിയ കാര്യമാണ്. എന്താണ്? നമ്മൾ നേരെ തിരിച്ചാണ്. മറക്കേണ്ടത് എന്നും ഓർത്തോണ്ടിരിക്കും, ഓർക്കേണ്ടത് അതിവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ മറന്നു പോകും. താഴെ എത്തി ഒരു ബന്ന് കഴിക്കുമ്പോൾ ഇന്ന് എന്തുവാടി പുള്ളി പ്രസംഗിച്ചത്? മറന്നുപോയി. ഓർക്കേണ്ടത് ഓർക്കണം, മറക്കേണ്ടതോ
അത് ജീവിതത്തിൽ എന്ന് പഠിക്കാൻ പറ്റിയോ അന്ന് മുതൽ ജീവിക്കാൻ തുടങ്ങാൻ പറ്റും, വ്യവസ്ഥകളില്ലാതെ. ഇത് 25 വർഷം മുമ്പുള്ളതും ഇന്നലത്തേതുപോലെ ഓർത്തുകൊണ്ടിരിക്കുക. ഏതൊരവസ്ഥയിലും കുറവുള്ളവൻ്റെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുമോ? ഈ ബൈബിളിൽ ജോഷുവയുടെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. ഏതാ പുസ്തകം? അതിൻ്റെ 2-ാം അധ്യായത്തിൽ ഒരു വേശ്യയുടെ പേരെഴുതി വച്ചിട്ടുണ്ട്. ആരുടെ? നിങ്ങൾ പറയണ്ട. ഒരു കൊള്ളാത്ത സ്ത്രീയുടെ പേര് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കുറേ പ്രാവശ്യം വായിച്ച് നോക്കി. ഈ പുസ്തകത്തിൽ മാത്രമുള്ളോ അപ്പുറത്തെ ബൈബിളിലുണ്ടോ എന്ന്? ആ പുസ്തകത്തിലുമുണ്ട്. ഇനി അവിടെയുള്ള വേറെ ബൈബിളിലുണ്ടോ? ആ ബൈബിളിലും ഉണ്ട്. ഒരു നാട്ടിലും വീട്ടിലും ഒന്നും കൊള്ളാത്ത ഒരു മോശം സ്ത്രീയുടെ പേര് ഈ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുക. എത്ര വർഷം പഴക്കമുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ആ പേരെന്ന് ഞാൻ വായിക്കട്ടെ. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. അതിൻ്റെ ഹെഡിങ് ആദ്യം ഒന്ന് വായിക്കുക. ജെറിക്കോയിലേക്ക് ചാരന്മാർ. ശ്രദ്ധിച്ച് കേൾക്കണം, നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ഇതേ സംഭവം നിങ്ങളുടെ ബൈബിളിലുണ്ടോ നോക്കണം കേട്ടോ. ഞാൻ സത്യമാണോ പറയുന്നതെന്ന് കൂടെ അറിയണ്ടേ? വായിക്കാം. നൂനിന്റെ മകനായ ജോഷുവ ഷിത്തിമിൽ നിന്ന് 2 പേരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചുകൊണ്ട്. ജോഷുവ ദൈവനിയോഗമുള്ള ഒരു ദൈവ മനുഷ്യനാണ്. 2 പേരെ, നല്ല ദൈവനിയോഗമുള്ള പ്രാർത്ഥനയുള്ള 2 മനുഷ്യന്മാരെ ആൾക്കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് നാട് നിരീക്ഷിക്കാൻ ജെറിക്കോയിലേക്ക് വിട്ടു. ഒരു പ്രത്യേക നിയോഗത്തോടെ പോയവരാണ്. അപ്പം ഈ പോയവരുണ്ടല്ലോ, എവിടെ പോയാ താമസിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. വായിക്കാം. നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ. ജോഷുവ പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടെ പോയി ആ നാടൊക്കെ ഒന്ന് പഠിച്ച് നിരീക്ഷിച്ചിട്ട് തിരിച്ചു വരണം. ഒരു നിയോഗം കൊടുത്ത് വിടുവാണ്. പ്രത്യേകിച്ച് ജെറിക്കോ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോയി. എവിടെ എത്തി? അവർ പട്ടണത്തിലെത്തി. 1000കണക്കിന് വീടുകളുണ്ട് അവിടെ. പക്ഷെ എവിടെ താമസിച്ചെന്ന് എഴുതിയിട്ടുണ്ട്? വേശ്യയായ റാഹാബിന്റെ വീട്ടിൽ. ഒരാളുടെ പേരെഴുതിയിരിക്കുക, വേശ്യയായ റാഹാബിന്റെ വീട്ടിൽ. റാഹാബ്. ആ പേരെന്തിനാ ഇതിനകത്ത് എഴുതിയേ? അത്രയും മോശമായ ഒരാളുടെ പേരെന്തിനാ ഈ പുസ്തകത്തിൽ എഴുതിയത്? അതാ എൻ്റെ ചോദ്യം. എന്തു മോശപ്പെട്ട നാട്ടിലും വീട്ടിലും വിലയില്ലാത്ത ഒരാളുടെ പേര് വേദപുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? എത്ര കുറവുള്ള ഒരാളാണേലും ദൈവത്തിൻ്റെ മനസ്സിനകത്ത് എനിക്കും നിനക്കും ഒരു സ്ഥാനമുണ്ടെന്നാണ്. ആണോ? ഇല്ല, നമ്മൾ പറയില്ലേ വേശ്യെന്ന് എഴുതിയാൽ മതി, പേരൊന്നും എഴുതണ്ട, നാണക്കേടാ. നിങ്ങൾ കുടുംബ ചരിത്രം എഴുതാൻ കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പം ഇതേപോലത്തെ മോശപ്പെട്ട ഒരു സ്ത്രീ നിങ്ങളുടെ കുടുംബത്തിലോ ആ ബന്ധുമിത്രാദികളുടെ ഇടയിലോ അങ്ങനെ ഒരു മോശപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ പറയും, അവരൊന്ന് നമ്മുടെ കൂട്ടത്തെ കൂട്ടണ്ട, നാണക്കേടാ. ഈ പുസ്തകത്തിൽ എഴുതിയപ്പോൾ ആരും എന്നാ പറഞ്ഞേ? ദൈവമേ, ഈ പേരെന്തിനാ എഴുതി? നാണക്കേടല്ലേ? പുള്ളി കൊള്ളാത്തൊരാളാ, നാട്ടിലും വീട്ടിലും വിലയില്ലാത്ത ആളാ. റാഹാബ്, വേശ്യയായ റാഹാബിൻ്റെ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ സ്ത്രീ മോശമായെന്ന് എഴുതിയിട്ടുണ്ട്, വേശ്യയായ റാഹാബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് പുസ്തകത്തിനകത്തൊരു സ്ഥാനമുണ്ട്. ഇനി കാര്യം കേട്ടെ, ഈ വ്യക്തി ചില്ലറക്കാരിയല്ല. ഈ വ്യക്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. ആരുടെ പ്രാർത്ഥനയാ? റവറൻ ഫാദർ, റവറൻ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചല്ല. പിന്നെ ആരുടെയാ? കരിസ്മാറ്റിക്കുകാരെ മുമ്പിൽ നിന്ന് പ്രഭാഷണം നടത്തിയ പ്രാർത്ഥനയല്ല. നിങ്ങൾ ആരോട് പറയാതിരുന്നാൽ മതി. ആരാ? വേശ്യയായ റാഹാബ്. ഇങ്ങനെയെങ്ങാനും ഒരു സ്ത്രീ ഈ നാട്ടിലുണ്ട്, ആരെങ്കിലും നോക്കിയാൽ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ വീട്ടുകാർ പറയും, ഇനി ആ പെണ്ണുങ്ങളെ നോക്കിയാൽ നിങ്ങളുടെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. എൻ്റെ തന്നി സ്വഭാവം നിങ്ങൾ അറിയും. ഇത്രയും മോശപ്പെട്ട ഒരാൾ. ഇനി ദൈവദൂതൻ ജോഷുവ അയച്ച 2 പേര് ഇവിടെ എവിടെ പോയാ താമസിച്ചേ? ഈ പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. എന്തൊരു കാര്യമാണ് നോക്ക്. നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളവരോടൊന്നും അടുക്കല്ലേ.
നിന്റെ അഭിഷേകമൊക്കെ പോകും. ആരാ പറഞ്ഞേ? അയ്യോ, അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഇടവകയിൽ ചേർക്കല്ലച്ചോ, നാണക്കേടാ. ഇനി പള്ളിയിലെ അച്ഛൻ വീട് സന്ദർശനത്തിന് പോയാൽ കൈക്കാരൻ പറയും, ചോ അതൊരു പോക്ക് കുടുംബം, അച്ഛൻ അങ്ങോട്ട് പോകണ്ട, ആ വീട് നമുക്ക് വെഞ്ചരിക്കണ്ട, പലതും പറയും. ഇന്ന് നോക്ക്, 2 പേർ എവിടെ ചെന്ന് കയറി? വേശ്യയായ റാഹാബിന്റെ വീട്ടിൽ രാത്രി കഴിച്ചു. വേശ്യയായ റാഹാബിൻ്റെ വീട്ടിൽ ഒരു രാത്രി 2 പേരും അവിടെ കൂടി. അപ്പോൾ ഒരു സ്ഥലത്തെ രാജാവിന് ഇൻഫർമേഷൻ കിട്ടി, വേശ്യയായ റാഹാബിൻ്റെ വീട്ടിൽ വേറെ രാജ്യത്ത് നിന്ന് 2 പേര് വന്ന് കൂടിയിട്ടുണ്ടെന്ന്. ഉടനെ പട്ടാളക്കാരെ അയച്ചു. ഉടനെ റാഹാബിൻ്റെ വീട്ടിൽ സ്ഥലത്തെ രാജാവ് അയച്ച പട്ടാളക്കാരെ എത്തിക്കഴിഞ്ഞു. വായിക്കാം. നാടൊറ്റു നോക്കാൻ ഏതാനും ഇസ്രായേൽക്കാർ രാത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറീക്കോ രാജാവിന് അറിവ് കിട്ടി. ജെറീക്കോ രാജാവിന് സിഗ്നൽ കിട്ടി, ഒരു ഇൻഫർമേഷൻ കിട്ടി. 2 പുള്ളിക്കാരൻ അപ്പുറത്തെ രാജ്യത്ത് നിന്ന് കയറി ഇവിടെ റാഹാബ് എന്ന് പറയുന്ന മോശപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിനകത്തുണ്ടെന്ന്. ഉടനെ അന്വേഷിച്ചു വന്നവരെ അവൻ ആളയച്ച്, രാജാവ് ഉടനെ ആളയച്ചു, റാഹാബിനെ അറിയിച്ചു, നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരിക. നിന്റെ വീട്ടിൽ വന്ന് 2 പേര് വന്നിട്ടുണ്ടെന്ന് കൃത്യമായി ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്, വിട്ടു തന്നേക്കാൻ പറഞ്ഞു. പുള്ളിക്കാരത്തിന് എന്നാ ചെയ്തതെന്ന് അവർ ഇരുവരും ദേശമുറ്റു നോക്കാൻ വന്നവർ. 4-ാമത്തെ വാക്യം, ഇരുവരെയും ഒളിപ്പിച്ചിട്ട്. അതൊരു വാക്കാണ്. ദൈവനിയോഗമുള്ള 2 മനുഷ്യരെ ജോഷു അയച്ചതാ. അവരെ അവൾ ഒളിപ്പിച്ചു. ആ വീട്ടിനകത്ത് ഒരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ചിട്ട് അവൾ പറഞ്ഞു, ആ ഇരുവരെയും ഒളിപ്പിച്ചിട്ട് അവൾ പറഞ്ഞു, ഏതാനും പേർ ഇവിടെ വന്നു എന്നത് വാസ്തവം തന്നെ, എന്നാൽ അവർ എവിടുത്തുകാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞു, ഈ വേശ്യയായ റാഹാബ് പറയുക, 2 പേര് വന്നായിരുന്നു, പക്ഷെ അവർ വേഗം പോയി, എവിടുത്തുകാരാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല എന്ന് നല്ലൊരു നുണ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആരോ പറഞ്ഞു, റാഹാബ് മലയാളിയാന്ന് തോന്നുന്നു. എന്നാ നുണയാ പറഞ്ഞത്? 2 പേരും അവിടെ ഉണ്ട്. ഇതിൻ്റെ പേരാ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി, നല്ല കഥ. എന്താ നോക്കിയാ പറഞ്ഞത്? 2 പേരിവിടെ വന്നായിരുന്നു, എന്നാൽ അവർ എവിടുത്തുകാരാണ്. എവിടെയെന്ന് വന്നവരാ, എല്ലാം അറിയാം കേട്ടോ, എല്ലാം അറിയാം. എന്നിട്ട് പറഞ്ഞു എവിടുന്നാന്നൊന്നും അറിയത്തില്ല. രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പോയി എന്ന് പറഞ്ഞു. ഉടനെ അവർ പോയി, തിരിച്ചുപോയി. ഇനി 2 പേർ ആരുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്? വേശ്യയായ റാഹാബിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ, രാത്രിയിലിരിക്കുമ്പം ഭയങ്കരമാണ്. 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. വേശ്യയായ റാഹാബ് 2 പേരും വീടിൻ്റെ അകത്തെ മുറിയിൽ ഒളിച്ചിരിക്കുമ്പോൾ കിടക്കാൻ നേരമായപ്പോൾ റാഹാബ് 2 പേരുടെയും അടുത്തു വന്നു. വായിക്കാം 8-ാമത്തെ വാക്യം. കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, കിടക്കാൻ പോകുന്നതിന് മുമ്പ് റാഹാബ് അവരുടെ അടുക്കൽ, ആ ദൈവനിയോഗമുള്ള 2 മനുഷ്യരുടെ അടുത്തു വന്ന് പറഞ്ഞു, കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മെസ്സേജ് കൗൺസിലിംഗ് നടത്തുവാണ്. ആർക്കാ മെസ്സേജ് കിട്ടിയത്? സ്ഥലത്തെ വലിയ പുള്ളിക്കല്ല. വേശ്യയായ റാഹാബ് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ കിട്ടി, ഈ ദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആരെയും അവഗണിക്കരുത്, ആരെയും പുച്ഛിക്കരുത്, ആരെയും വില കുറച്ച് കാണരുത്. അവരിലൂടെയും ദൈവം നിന്നോട് സംസാരിച്ചേക്കാം. ഇന്നയാള് ആ വേഷമിട്ട് ഇന്നയാളിലൂടെ മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്. നമ്മൾ പറയും പുള്ളിയൊക്കെ വെറും മോശം ജീവിക്കുന്ന ആളാ, പുള്ളിനൊക്കെ എന്തിനു കൊള്ളാം. നമുക്കറിയത്തില്ല ആ വ്യക്തിയെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്ന ആളാണോ എന്നറിയാവോ? ഇപ്പം ആരിലൂടെയാ ദൈവത്തിൻ്റെ സ്വരം 2 പേര് കേട്ടത്? വേശ്യയായ റാഹാബ് പറയുവാണ്, ഉറങ്ങാൻ നേരത്തെ 2 പേരുടെ അടുത്ത് വന്നിട്ട് പറയാണ്, സുഹൃത്തുക്കളെ, ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന്, കർത്താവ് തന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇനി അടുത്ത ഭാഗം വായിക്കണം. 12-ാമത്തെ വാക്യം വായിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കണം. ഈ വേശ്യയായ റാഹാബ് ഇവരോട് പ്രാർത്ഥന ചോദിച്ചു, അസൂയയില്ലാതെ.
ഇനി ഇവളുടെ ഒരു പ്രാർത്ഥന കേൾക്കണം. ദൈവശാസ്ത്രം പഠിച്ചവർ പോലും ചിലപ്പോൾ ഇത്രയും നന്നായി പ്രാർത്ഥിച്ചൊന്നും വരില്ല. ധ്യാനം പ്രസംഗിക്കുന്നവർ പോലും ഇത്രയും നിസ്വാർത്ഥമായി പ്രാർത്ഥിച്ചൊന്നും വരില്ല. 12-ാമത്തെ വാക്യം, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർത്തിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവ്വം വർത്തിക്കണമെന്ന് അവരോട് പറയുക. ഈ 2 പേരോടും പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിച്ചതുപോലെ എൻ്റെ കുടുംബത്തോടും കാരുണ്യം കാണിക്കണമെന്ന് ആ വ്യക്തി പ്രാർത്ഥിച്ചു. അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത് ഇനി 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇനി റാഹാബിന്റെ പ്രാർത്ഥനയാണ്. എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും ജീവൻ രക്ഷിക്കുന്നതിന് ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണം. ഒരാൾ പ്രാർത്ഥിച്ചത് ആർക്കൊക്കെ വേണ്ടിയാ പ്രാർത്ഥിച്ചത്? എൻ്റെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, മറ്റു ബന്ധുക്കൾ, പിതൃഭവനം, എല്ലാത്തിനും വേണ്ടി വേശ്യയായ റാഹാബ് അവരോട് പ്രാർത്ഥന ചോദിച്ചു. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് ഞാൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് എല്ലാവരും കേട്ട്. ഇവിടെ കൊള്ളാത്തൊരു സഹോദരി ഇവിടെ നിന്ന് പറയുക, ഞങ്ങളെ കാരുണ്യം കാണിക്കുന്ന ഉറപ്പുള്ള ഒരു അടയാളം തരണമെന്ന്. മനുഷ്യൻ നിനക്കെത്ര എനിക്കെത്ര കുറവുകൾ ഉണ്ടെങ്കിലും എൻ്റെ പ്രാർത്ഥനയെ ദൈവം ഗൗരവമായി കാണുന്നുണ്ട്. ഈ പ്രാർത്ഥന ഞാൻ കഴിഞ്ഞിട്ടില്ല, ഈ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇനി ബൈബിളിന് 2 പേജ് അങ്ങ് മറിച്ച് കഴിയുമ്പോൾ 6-ാം അധ്യായം 25-ാമത്തെ വാക്യം നോക്കിയേ. വേശ്യയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകകളെയും ജോഷുവ സംരക്ഷിച്ചു. എന്തെന്നാൽ ജെറീക്കോ നിരീക്ഷിക്കുന്നതിന് ജോഷുവ അയച്ച ദൂതന്മാരെ അവൾ ഒളിപ്പിച്ചു. അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നും. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നും ഉണ്ട്, തകർന്നു പോയിട്ടില്ലെന്ന്. ആരുടെ കുടുംബം? ദൈവത്തിന്റെ പ്രവാചകൻ അയച്ച 2 പേരെ സ്വീകരിച്ചതിന്റെ പേരിൽ ആ കുടുംബം തകർന്നു പോകാൻ ദൈവം സമ്മതിച്ചില്ല. ബൈബിൾ എഴുതിയിരിക്കുകയാണ്, അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എത്ര പേർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം വേണമെന്ന്? നിങ്ങൾ എത്ര കുറവുള്ളവരാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം സ്വീകരിച്ച് നിങ്ങളുടെ കുടുംബം തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. എഴുതിയിരിക്കുന്ന നോക്ക്. നമ്മൾ പറയില്ലേ, അവള് മോശ വഴിക്ക് നടക്കുന്ന അവളുടെ കുടുംബമൊക്കെ തകർന്നു പോകത്തേ ഉള്ളൂന്ന്. പക്ഷെ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങളോട് കാരുണ്യം കാണിക്കണം, ഞങ്ങളെ രക്ഷിക്കുന്നതിന് ഉറപ്പുള്ള ഒരു അടയാളം തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ 6-ാം അധ്യായം എഴുതിയിട്ടുണ്ട്, അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നും ഉണ്ട്. ആ കുടുംബം തകർന്നു പോകാൻ ദൈവം സമ്മതിച്ചില്ല. ഇവർ രണ്ടും ഇവൾ എന്താ ചെയ്തത്? 2 ദൈവദാസന്മാരെ വീട്ടിൽ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ പേരിൽ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടായി. നിങ്ങൾ സ്വീകരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരെ അല്ല, ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുഗ്രഹം കുടുംബത്തിൽ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയില്ല. നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ തലമുറയോ നഷ്ടപ്പെട്ടു പോകാൻ, തകർന്നു പോകാൻ ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല. ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റു നിന്ന് ഇതൊന്ന് പ്രാർത്ഥിച്ച് മനസ്സിലൊന്ന് ഉറപ്പിച്ചേ. എനിക്കറിയാം ഇത് എല്ലാവർക്കും ശരിയായ അർത്ഥത്തിൽ മനസ്സിലായി. എന്തുവായി പ്രസംഗിച്ചത്? ഇത്രേ പ്രസംഗിച്ചുള്ളൂ. ഞാൻ എത്ര കുറവുള്ളവനാണെങ്കിലും എൻ്റെ ദൈവം ഈ കുറവുള്ളവൻ്റെ പ്രാർത്ഥനയെപ്പോലും വിലയുള്ളതായിട്ടാണ് സ്വീകരിക്കുന്നത്. റാഹാബ് എന്ന് പറയുന്ന ആൾ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ആളാ, വേശ്യയായ ഒരു വ്യക്തിയാ. പക്ഷെ ആ വ്യക്തിയുടെ പ്രാർത്ഥന പോലും വിലയുള്ളതായി സ്വർഗം എണ്ണിയത് കൊണ്ടല്ലേ 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത്, അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നുമുണ്ട്. തകർന്നു പോകേണ്ട സ്ഥാനത്ത് പിടിച്ചു നിർത്തിയത് ആ വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. അവൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ പിതൃഭവനത്തെയും സഹോദരങ്ങളെയും കുടുംബത്തെയും മാതാപിതാക്കളെയും രക്ഷിക്കുന്നതിന് ഉറപ്പുള്ളൊരു അടയാളം തരണമെന്ന്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്. നിങ്ങൾ പാപികളായിരിക്കാം, നമ്മൾ കുറവുള്ളവരായിരിക്കാം, നമുക്ക് ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന ദൈവത്തിൻ്റെ സ്നേഹം പാപിയായ എൻ്റെ മേലേക്ക് ഒഴുകുന്നൊരു സമയമാണ്. എല്ലാ കണ്ണുകളും അടച്ചേ. ഇതൊക്കെ പിടികിട്ടുന്നുണ്ടോ? ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ആരെയും അവഗണിച്ചുകൂടാ, ആരെയും താഴ്ത്തിക്കെട്ടിക്കൂടാ, ആരെയും പരിഹസിച്ചുകൂടാ. അവരിലൂടെ ആയിരിക്കും ഒരുപക്ഷെ നീ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത്. നമ്മൾ പറയും ഇന്ന പുള്ളി പ്രാർത്ഥിച്ച അല്ല,
ഏറ്റവും പാപിയായ ഒരു സ്ത്രീ പറയുക അവരോട്, ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഈ ദേശം തന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുവെന്ന്. ദൈവം ആരിലൂടെയും സംസാരിക്കും, എന്നിലൂടെ സംസാരിക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലൂടെയും സംസാരിക്കും. യോഗ്യതയില്ലാത്തൊരു വ്യക്തി യോഗ്യരാക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നമ്മൾ കേട്ടത്. അവൻ പറയുന്നുണ്ട് വചനത്തിലൂടെ, അവൻ വചനമായി എല്ലാവരെയും വിശുദ്ധീകരിച്ചുവെന്ന്. കണ്ണുകളെ അടച്ച്, എൻ്റെ കണ്ണുകൾക്ക്, എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിന്, ചിന്തകൾക്ക്, വിചാരങ്ങൾക്കെല്ലാം കുറവുകൾ ഉണ്ടാകാം. കർത്താവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ വീഴ്ചകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഞാനൊരു പാപിയാണെന്ന് ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ്, കർത്താവേ ഞാനൊരു പാപിയാണെന്ന് ഏറ്റുപറയുന്നു, കർത്താവേ എനിക്ക് യോഗ്യത ഇല്ലാത്ത ഒരാളാണെന്ന് ഏറ്റുപറയുന്നു, ഞങ്ങൾ പാപികളാണെന്ന് തുറന്ന് സമ്മതിക്കുന്നു. പാപികളുടെ ഒരു ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങിയെന്ന്. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയേക്കാൾ ദൈവം ആദ്യം കേട്ടത് പാപിയായ ഒരു വ്യക്തിയുടേതാണ്. ഫരിസയന്റെ പ്രാർത്ഥനയേക്കാൾ ദൈവം കേട്ടത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ്, കുറവുള്ള മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി പിടിക്കാമോ? കണ്ണുകൾ അടച്ച്, കർത്താവേ ഞങ്ങൾ പാപികളാണ്, ഞങ്ങളെല്ലാം തികഞ്ഞവരല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ, കുറ്റങ്ങൾ, പാളിച്ചകൾ, വീഴ്ചകൾ, അത് ഏറ്റുപറയാൻ തയ്യാറാകാമോ? ഏറ്റുപറയാൻ തയ്യാറായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാകും. നിങ്ങൾ ആ വേശ്യയായ റാഹാബ് പ്രാർത്ഥിച്ചതിൻ്റെ ഗുണം ആ കുടുംബത്തിന് മുഴുവൻ കിട്ടിയില്ലേ? ആ കുടുംബത്തിലേക്ക് മുഴുവൻ കയറി വന്നില്ലേ? അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ ഒരാളായിരിക്കും ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, യുവാവ് എന്ന നിലയിൽ, യുവതി എന്ന നിലയിൽ ഒരാളായിരിക്കും കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന പോലും, കുറവുള്ള മനുഷ്യന്റെ പ്രാർത്ഥനയാണെ പോലും സ്വർഗം അത് കാണുന്നത് ഗൗരവമായിട്ടാണ്. ഇതാ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗം തുറക്കുന്നു, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. നിനക്ക് ആവശ്യമായത് തന്നു ദൈവം ഇവിടെ വച്ച് അനുഗ്രഹിക്കുന്നു. ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒന്ന് അധരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി, 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 വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ സ്വീകരിക്കണമേ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. എന്നതാ പാടിയത്? ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻകൃപയേ. അർത്ഥം പറഞ്ഞ് പാടിയേ. ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ, സ്നേഹ സാഗരമാ, സ്നേഹമാം ദൈവമേ, അനുദിനം വളരണം. പറഞ്ഞേ, വളരണം. ഞാനോ കുറയണം? ഞാനോ കുറയണമേ. ശബ്ദമുയർത്തി പറഞ്ഞേ. സ്നേഹമാം ദൈവമേ, അനുദിനം വളരണമേ. ഞാനോ കുറയണം? ഞാനോ കുറയണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻകൃപയേ. എല്ലാ കണ്ണുകളും അടച്ച്, നമ്മൾ ആരാ? സാധാരണ വെറും പച്ചയായ മനുഷ്യന്മാരാണ്. നമ്മളിലൊക്കെയും ഒത്തിരി 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 കുറവുകളുണ്ട്. കടയിൽ മേടിക്കാൻ കിട്ടുന്നൊരു മരുന്നുണ്ട്. അത് ഷർട്ടയിലൊക്കെ മുണ്ടയിലൊക്കെ കറ പറ്റിക്കഴിഞ്ഞാൽ കറ കളയുന്നൊരു മരുന്നുണ്ട്. അത് വെള്ളത്തിൽ കലക്കി ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചാൽ ആ കറ മാറിപ്പോകും. ജീവിതത്തിൽ പറ്റിയ
കറകളയുന്ന ദൈവത്തിൻ്റെ വചനം. ആമേൻ. ജീവിതത്തിൽ കുടുംബത്തിൽ കറപറ്റിപ്പോയ സമയമുണ്ട്. ഇതിനി എങ്ങനെ കളയും, ഇതെങ്ങനെ മായ്ക്കും? അത് മായ്ക്കാൻ മരുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പറ്റിയ ഏത് കറയെയും മായ്ച്ചു കളയും. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ പറ്റിയ എല്ലാ കറകളും മായ്ക്കാൻ കഴിയുന്നൊരു മരുന്ന് ഒരു മെഡിക്കൽ സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലും കിട്ടത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം, അതാണ് ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന, പതുക്കെ പതുക്കെയല്ല, പാഞ്ഞൊഴുകുന്ന. ഇതെൻ്റെ കുടുംബത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ച്, ഇതെൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ച്, ഇതെൻ്റെ സാഹചര്യങ്ങളിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ച്. ഞാനിത് 1000 വട്ടം വേണേ പറയാം. എന്നാണെന്നറിയാമോ? നമ്മളെത്ര കുറവുള്ളവരാണേലും കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണേന്ന് പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിൻ്റെ മകളും മകനും പോലെയാണ്. അതിനൊരു പൈസയുടെയും മുടക്കില്ല. അതിന് 1000 രൂപ വേണ്ട, അതിന് 500 രൂപ വേണ്ട, അതിന് 10 രൂപ വേണ്ട. അതിനൊരു നല്ല മനസ്സു മതി. കണ്ണുകളടച്ച് ഇത് പാടുമ്പോൾ ഓർക്കണം, ഇതാർക്കോ വേണ്ടി ഒന്ന് ചുമ്മാ പാടുവാന്നല്ല, എന്നിലേക്ക് എനിക്ക് വേണ്ടി ഇതൊന്ന് പാടിയേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത് പാടിയേ, എൻ്റെ സാഹചര്യങ്ങൾ നോക്കി പാടിയേ. ഇന്നലെ വരെയും കഴിഞ്ഞ മണിക്കൂറുകൾ വരെയും എന്തുമാകട്ടെ, ഇതാ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്നു. രക്ഷയുള്ള രക്ഷാകരമായ ഒരു വലയം നിന്നെ ചുറ്റി ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. രക്ഷയുടെ ഒരു വലയം നിന്നെ ചുറ്റി നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മഴയൊക്കെ വരുമ്പോൾ കുടയെടുക്കാത്ത ആളുകൾ ഓടി മഴ നനയാതെ കയറി നിൽക്കുന്നത് പോലെ ഒരു കടയിലോട്ടൊക്കെ കയറി നിൽക്കത്തില്ലേ? ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിൽക്കത്തില്ലേ? പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ മഴ നിൽക്കാതെ പെയ്യുമ്പോൾ ഓടിക്കേറി വരാൻ പറ്റുന്നൊരു സ്ഥലമല്ലേ ഇത്? ഓടിക്കേറി മഴ നനയാതെ നിൽക്കാൻ പറ്റുന്നത് പോലെ കയറി നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വിശ്വാസത്തോടെ പറഞ്ഞ്, കർത്താവേ എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പാടിക്കുക. ആ തിരുരക്തത്തിൻ്റെ ശുദ്ധീകരണം, ആ തിരുരക്തത്തിൻ്റെ ശുദ്ധീകരണം, ശുദ്ധീകരണം. ആ കറകളയുന്ന മരുന്നിൽ ഒരു ഡ്രസ്സ് മുക്കി വെക്കുമ്പോൾ ആ കറ പോകുന്നത് പോലെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ പറ്റിയ കറ മാറിപ്പോകും, മനസ്സിൽ പറ്റിയ കറ മാറിപ്പോകും, ജീവിതത്തിൽ പറ്റിയ സകല തെറ്റിദ്ധാരണയുടെ കറകൾ, സംശയത്തിന്റെ കറകൾ എല്ലാം മാറിപ്പോകട്ടെ. ഒന്ന് ചേർന്ന്, എല്ലാവരും ചേർന്ന് പാടിയേ. ദൈവസ്നേഹം, അർത്ഥമറിഞ്ഞ് എല്ലാവരും ചേർന്ന് പാടിയേ. ഒരുമിച്ച് പാട്. ഒഴുകി ഒഴുകി കരമൽപ്പം ഉയർത്തിപ്പിടിച്ച്, സ്നേഹമാം ദൈവമേ നീ എന്നിൽ പറഞ്ഞ് വളരണം. ഈ ഞാനോ കുറയേണമേ. ഒറ്റ പ്രാവശ്യം കൊണ്ട് പറഞ്ഞ്, സ്നേഹമാം ദൈവമേ നീ ഈ കുറവുള്ള എന്നിൽ പറഞ്ഞ് വളരണം. ഞാനോ കുറയേണമേ, ഒന്നിരിക്കാമോ? ഇരിക്കാം. ഒരു ചെറിയ കാര്യം കൂടി ഇതിനെ ചുറ്റിപ്പറ്റി പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും കേട്ടേ. ഇന്ന് കേട്ട വചനം നിങ്ങൾക്ക് കുറേശ്ശെയെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഞാൻ ഒരു വാക്യം കൂടി വായിച്ചെന്ന് വേഗത്തിൽ നിർത്തുകയാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം
13-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഒന്ന് വായിക്കുവാണ്. എന്നാൽ എന്ന് തുടങ്ങിയുള്ള വാക്യമാണ്. എൻ്റെ പിന്നിലുള്ളവ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. അങ്ങനെ ഒരു വാക്യമുണ്ട്. ഫിലിപ്പി 3-ാം വാക്യത്തിൻ്റെ കോമ കഴിഞ്ഞിട്ടുള്ള വാക്യം വായിച്ച്, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. ആര് ചെയ്യുന്നു? ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. അപ്പം ഞാൻ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. എന്നാൽ ഒരു കാര്യം വേറെ ആരും ചെയ്യുന്നു എന്നല്ല, ഞാൻ ചെയ്യുന്നു. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട്, എൻ്റെ ഇന്നലെ വരെയുള്ള പല അനുഭവങ്ങളെയും വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. അതിനാ നമ്മളിവിടെ വന്നേ. അതിനു വേണ്ടിയാ ദൈവം ഈ ഇടം ഒരുക്കിയത്. എന്തിന്? എൻ്റെ പിന്നിൽ കുറേ സാഹചര്യങ്ങളുണ്ട്. ഇന്നലകളിൽ കിട്ടിയ വേദന, ചതി, വഞ്ചന, കൂടെ നിന്ന് ചതിച്ചത്, പാരവച്ചത്, ഉപദ്രവിച്ചത്, പേര് കളഞ്ഞത്, കല്യാണം മുടക്കിയത്, സ്ഥലക്കച്ചവടം മുടക്കിയത്, കബളിപ്പിച്ചത്, 100 സംഭവങ്ങൾ കടന്നാ ഇവിടം വരെ എത്തിയേ. പക്ഷെ ഇന്ന് ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട്. ഈ പിന്നിലുള്ളവയെ വിസ്മരിക്കാതിരുന്നാൽ മുന്നേറാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമ്മളെ മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചൂണ്ട കൊളുത്തി വലിക്കുന്ന പോലെ നമ്മുടെ മനസ്സിനെ പിറകോട്ട് വലിച്ച് വീണ്ടും പഴയ പോലെ ആവും. എല്ലാവരും കേട്ട് എന്തു ചെയ്യണം? പിന്നിലുള്ളവയെ വിസ്മരിക്കണം. ഒരു ആളുടെ ജീവിത പങ്കാളി മരിച്ച് മണ്ണായി. ആ ശവടക്കിന് കരയുമൊക്കെ ചെയ്തു. ഒത്തിരി സങ്കടമുണ്ടെന്നാണ് എല്ലാവരും വിചാരിച്ച്. പക്ഷേ ആ സഹോദരി പറയുവാണ്, ഞാൻ കരഞ്ഞു ശരിയാ, പക്ഷെ ആ മനുഷ്യൻ എന്നെ ഉപദ്രവിച്ച ഉപദ്രവമൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ മനുഷ്യൻ്റെ സിമിത്തേരി ചെന്ന് ഒപ്പീസി എല്ലാം പോവും, പ്രാർത്ഥിക്കാനൊക്കെ പോകും. പക്ഷെ എനിക്ക് ആ മനുഷ്യൻ തന്ന ആ സമയത്ത് പുള്ളി ചെയ്ത ദുഷ്ടത, എന്നോട് ചെയ്ത ക്രൂരത, ഒറ്റ അടിക്ക് എൻ്റെ ചെവി കേൾക്കാൻ പറ്റാത്തൊരു നിലയിൽ എത്തിച്ചത്, ഷൂ ഇട്ട് എൻ്റെ ദേഹത്ത് ചവിട്ടിയത്, അയാൾ മരിച്ച് മണ്ണായി, അസ്ഥിയായി. പക്ഷെ ആ മനുഷ്യൻ തന്നത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ആരൊക്കെയോ ഉണ്ടിന്നും എനിക്ക് പിന്നിലുള്ളവയെ വിസ്മരിക്കുക. അതാണ് മറക്കേണ്ടത്. പറഞ്ഞേ, മറക്കണം. ഓർക്കേണ്ടതേ ഓർക്കാവൂ. മറക്കേണ്ടത് ചിലത് മറന്ന് അറിഞ്ഞോണ്ട് മറക്കണം. എഴുതിയിരിക്കുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുമ്പിലുള്ള നിനക്ക് ദൈവം ചില നന്മകൾ മുമ്പിൽ വച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ പതുക്കെ നടന്നാൽ പോരാ, സ്പീഡിൽ നടന്നാൽ പോരാ. എങ്ങനെയാ നടക്കണം? മുന്നേറണമെന്നാണ് എഴുതിയിരിക്കുന്നത്. വാക്യം വായിച്ചേ. എൻ്റെ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി, എൻ്റെ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ നടന്നാ പോരാ, ഇച്ചിരി സ്പീഡിൽ നടന്നാ പോരാ, ഞാൻ മുന്നേറണം. ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കൾ കേട്ടെ, ഇന്നലകളിൽ സംഭവിച്ചതിനെ ഓർത്ത് ദുഃഖിച്ച് ഡിപ്രഷനായിട്ട് ഡെസ്പയർഡ് ഡൗണായി പ്രാഗി ശാപിച്ച് ഇങ്ങനെ നടക്കാതെ നിന്റെ ജീവിതത്തിൽ ചില നന്മകളെ ദൈവം അവിടെ വച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മുന്നേറിക്കോണം. അതിനുവേണ്ടിയാ ഇങ്ങനെയൊരു കൂടാരത്തിനകത്ത് ദൈവം ഇവിടെ കൊണ്ടു ചെന്നെത്തിച്ചത്. ഇന്നലകളെ നോക്കി വീണ്ടും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നാൽ നിന്റെ മനസ്സ് കയ്യിന്ന് പോവും. നിനക്ക് ഡിപ്രഷൻ വരും. ഒരു ഭ്രാന്തിയെ പോലെ കായിപ്പോകും. ഒരുപാട് പേര് അങ്ങനെയാണ്. അവർ ജീവിതത്തിൽ ഭ്രാന്തനെ പോലെ പെരുമാറുന്നു. അവർ തലമുടി പോലും ചെയ്യുന്നില്ല. അവർ വസ്ത്രം തേക്കാതെ ഇടുന്നു. എടാ, ഒന്ന് തേച്ചിട്ടെങ്കിലും പോ. എന്തിനു തേച്ച്? ഞാൻ എന്തിനാ തേക്കുന്നത്? എടാ, തലമുടി ചീകിട്ടില്ല, ഇതൊക്കെ മതി. ആൾക്ക് മനസ്സ് ഡൗണാണ്. വാച്ച് കിട്ടി, വാച്ചൊന്നും വേണ്ട. എടാ, ചെരുപ്പൊന്നും അതൊക്കെ മതി. ഒരു പ്രശ്നവുമില്ല. കഴുകാത്ത ചെരുപ്പ്, അലക്കാത്ത പാൻസ്,
തേക്കാത്ത അയൺ ചെയ്യാത്ത ഷർട്ട്, ചീകാത്ത മുടി, കുളിക്കുന്നില്ല, പല്ല് തേക്കാൻ മറക്കുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു ഭ്രാന്തനെ പോലെ അവിടെ ഇരുന്നും പരിചയമുള്ളവർ എന്ത് പറ്റി ആ പുള്ളിക്ക്? പിന്നിലുള്ളവയെ ചിലതിനെ വിസ്മരിച്ചിട്ടില്ല. അതാണ് നിൻ്റെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വിശ്വാസത്തിൽ പറയണമെന്ന്, എൻ്റെ പിന്നിലുള്ളവ എന്ത് കയ്പുള്ളതാണേലും എന്ത് വേദന തന്നതാണേലും പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിക്കുന്നു. പിന്നിലുള്ളവയെ ഈ ആലയത്തിൽ വെച്ച് പ്രാർത്ഥനയോടെ ഞാനതിനെ മറക്കുന്നു. എന്നിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എങ്ങനെ ഓടണോ, നടക്കണോ, മുന്നേറണോ? ഉറക്കെ ആ വാക്ക് പറഞ്ഞേ, മുന്നേറണം. ഉറക്കെ പറഞ്ഞേ, മുന്നേറണം. പോരാ, എല്ലാവരും പറഞ്ഞില്ല, മുന്നേറണം. അതിനു വേണ്ടിയാ ഇവിടെ ദൈവം കൊണ്ടുവന്നേ, മുന്നേറാനാ കൊണ്ടുവന്നേ. സാമ്പത്തികത്തിൽ മുന്നേറിക്കോണം. നല്ലൊരു ജീവിതം വീണ്ടും പടുത്തുയർത്തി മുന്നേറിക്കോണം. ആ ബിസിനസ്സിൽ തോറ്റുപോയെന്ന് വിചാരിച്ച് വീട്ടിൽ പോയി അടങ്ങിയിരിക്കരുത്, വീണ്ടും മുന്നേറിക്കോണം. ആ പഠിത്തം ശരിയായില്ല, തോറ്റുപോയി, സാരമില്ല, മുന്നേറിക്കോണം. ചെറിയ വിഷമങ്ങളും പിണക്കങ്ങളും ഉണ്ടായി, ഇനി ഇങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ച് മനസ്സുമെടുത്ത് പുറകോട്ട് പോകല്, മുന്നേറിക്കോണം. ബൈബിൾ അത് കേൾപ്പിക്കാൻ അതേ ഇവിടെ കൊണ്ടുവന്ന്, മുന്നേറിക്കോണം. ഓ, എൻ്റെ അപ്പൻ ഇങ്ങനെയാണല്ലോ, എൻ്റെ അമ്മ ഇങ്ങനെയാണല്ലോ, അത് പറഞ്ഞോണ്ട് പഴിച്ചോണ്ടിരിക്കരുത്. ഇന്നലെ പറഞ്ഞൊരു വാക്കൊന്നും കൂടെ പറയട്ടെ, ഒരിക്കലും ജീവിതത്തിൽ പഴിക്കരുത്. നിനക്ക് മുന്നേറാൻ പറ്റത്തില്ല. എന്ത് ചെയ്യല്? ജീവിതത്തിൽ ചിലരിങ്ങനെയാ, ഞാൻ നന്നാകത്തില്ല, എൻ്റെ വീടിങ്ങനെയല്ലേ, എനിക്കിങ്ങനെ ഒരു ജീവിതമല്ലേ ദൈവം തന്നത്. ജീവിതത്തിൽ പഴിക്കരുത്. പഴിച്ച ഒരുത്തനും ജീവിതത്തിൽ മുന്നേറാൻ പറ്റിയിട്ടില്ല. ജീവിതത്തിൽ എനിക്ക് കഴിവില്ല, എൻ്റെ വീട്ടുകാരിങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ മക്കളെല്ലാം ഇങ്ങനെയാണ്, എൻ്റെ ജീവിതമൊന്നും ഗതി പിടിക്കത്തില്ല, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇതൊക്കെ ഒരു മുടിഞ്ഞ ജീവിതമാണ്, ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് കാര്യം. നെഗറ്റീവ് പറയല്ലേ, പഴിക്കരുത്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ പറയട്ടെ. നമ്മൾ ഓടിക്കുന്ന കാറ്, ബസ്, ജീപ്പ് എല്ലാത്തിനും ഒരു ഗിയറുണ്ട്. ഫസ്റ്റ് ഗിയറുണ്ട്, സെക്കൻഡ് ഗിയറുണ്ട്, തേർഡ് ഗിയറുണ്ട്, ഫോർത്ത് ഉണ്ട്, ഫിഫ്ത്ത് ഉണ്ട്. വലിയ ലോറിക്കൊക്കെ അതിനേക്കാൾ കൂടുതൽ ഗിയറുണ്ട്. ഒരു ഗിയറുണ്ട്, അതിൻ്റെ പേരെന്താണ്? റിവേഴ്സ് ഗിയറാണ്. ബസ്സിനും ലോറിക്കൊക്കെ അത് മതി. ജീവിതത്തിൽ റിവേഴ്സ് ഗിയർ വേണ്ട. അത് നമ്മളെ പുറകോട്ട് കാലെടുത്ത് ക്ലച്ച് വിടുമ്പോഴേ വണ്ടി പുറകോട്ടാണ് പോകുന്നത്. ജീവിതത്തിൽ ആ ഗിയർ ഇളക്കി പറിച്ചിന്ന് കളയണം. ജീവിതത്തിൽ ആ ഗിയർ വേണ്ട. പഴയ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ പലരും റിവേഴ്സ് ഗിയറിലാണ്. എപ്പോൾ ഒറ്റയ്ക്കിരുന്നാൽ അന്നേരം ചിന്തിച്ച് ജീവിതമാകുന്ന വണ്ടി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ നിന്ന് ആ റിവേഴ്സ് ഗിയർ ഇളക്കി പറിച്ച് കളയണം. ഫസ്റ്റ് ഗിയറിട്ട് കയറി പൊക്കോണം. ഒന്നേന്ന് തുടങ്ങാൻ പറ്റും. ഒന്നേന്ന് തുടങ്ങാൻ പറ്റും. ഈ സ്ഥലം ഏതാണെന്നറിയാമോ? സങ്കടത്തോടെ വന്ന പലരും ജീവിതം കെട്ടിപ്പടുത്ത സ്ഥലമാണ്. അറിയുമോ? കുടുംബജീവിതം തകർന്നുവെന്ന് പറഞ്ഞവർ, എൻ്റെ ഭർത്താവ് പിണങ്ങിപ്പോയി, ഭാര്യ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞവർ, തകർന്നു വന്നവർ ജീവിതത്തെ കെട്ടിപ്പടുത്ത സ്ഥലത്താകുഞ്ഞ ഇരുന്ന് വചനം കേട്ടോണ്ടിരിക്കുന്നത്. ഒന്നേന്ന് അനേകർ ജീവിതം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നു മതി തുടങ്ങാൻ, ഒന്നുപോലും വേണ്ട. ദൈവത്തിന് തുടങ്ങാൻ ഒന്നുപോലും വേണ്ട. ജീവിതത്തിൽ ഒരിക്കലും പിറകോട്ട് ചിന്തിച്ച് ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ ഉപ്പ് തൂണായി പോയേക്കല്ല്. എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. സമയം ഈ ശുശ്രൂഷയുടെ സമാപന സമയത്തെത്തി. ഒരു മഹിമയിൽ മേഘം വന്ന് നിറയണം. എല്ലാവരും പ്രാർത്ഥിച്ചേ, എനിക്ക് ജീവിതത്തിൽ മുന്നേറണം എന്ന് പറഞ്ഞേ. എനിക്ക് ശുശ്രൂഷയിൽ മുന്നേറണം. എനിക്ക് പഠിത്തത്തിൽ എന്ത് ചെയ്യണം? മുന്നേറണം. എൻ്റെ പിള്ളേരെ കുറച്ചുകൂടെ പഠിപ്പിച്ച് അവരെ മുന്നിൽ കൊണ്ടുവരണം. എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് മുന്നേറണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് മുന്നേറണം. ഈ ശുശ്രൂഷകളിൽ എനിക്ക് മുന്നേറണം. പറഞ്ഞേ, മുന്നേറണം. ആ മുന്നേറാൻ വേണ്ടി ആന്നേ ദൈവം ഇവിടെ കൊണ്ടുവന്നേ. ചുമ്മാ 4 പാട്ടും കേൾപ്പിച്ച് എന്തൊക്കെയോ ഒരു പ്രസംഗവും കേൾപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അല്ലെന്നേ 1000, 2000, 3000 മുടക്കി ഇവിടെ വന്നത്. ജീവിതത്തിൽ മുന്നേറാൻ ദൈവം നിന്നെ കൊണ്ട് ഇരുത്തിയിരിക്കുക ഇവിടെ. ജീവിതത്തിൽ നാ റിവേഴ്സ് ഗിയർ എടുത്ത് കളഞ്ഞേ. എല്ലാത്തിനും നെഗറ്റീവ് പറയുന്ന ആ ഗിയർ എടുത്ത് കളാ. ഞാനിനി മുന്നേറാൻ തീരുമാനിക്കുന്നു. എൻ്റെ ഇന്നലകളെ വിസ്മരിച്ചിട്ട്, ഇന്നലകളെ മറന്നിട്ട്, മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഓടിയാ പോരാ, നടന്നാ പോരാ, പതുക്കെ ജോഗ് ചെയ്യുന്ന പോലെ നടന്നാ പോരാ, മുന്നേറിക്കൊണ്ടണം.
ഇതിനകത്തുണ്ട് ജീവിതത്തിൽ തോറ്റുപോയവർ, ബിസിനസ്സിൽ തോറ്റുപോയവർ, കുടുംബ ജീവിതത്തിൽ തോറ്റുപോയവർ. നിങ്ങൾ ജീവിതത്തെ പടുത്തുയർത്തിക്കോണം. ഇവിടെ വച്ച് വീണ്ടും പടുത്തുയർത്തണം. സങ്കടമുള്ളവർ, വീണ് പരിക്കേറ്റവർ, പരാജയപ്പെട്ടു പോയവർ, സങ്കടം കൊണ്ട് കുത്തി നിറച്ച സങ്കടവുമായി വന്നവർ ജീവിതം പടുത്തുയർത്തിയ സ്ഥലത്താണ് കാലുറപ്പിച്ചു നിൽക്കുന്നത്. മോശയോട് ദൈവം പറഞ്ഞില്ലേ, നീ നിൽക്കുന്ന സ്ഥലം വളരെ വളരെ പരിശുദ്ധമാണ്. അതുപോലെ ഒരു നിമിഷം കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, എന്നിട്ട് ഒരു നിമിഷം കൂടി ഒന്ന് പ്രാർത്ഥിച്ച്, കുറവുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടട്ടെ, കുറവുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടട്ടെ. മോശ കുറവുള്ള മനുഷ്യനായിരുന്നില്ലേ? മോശ വിക്കനായിരുന്നില്ലേ? ഒരു വ്യക്തിയെ ഉപദ്രവിച്ച ഒരാളല്ലേ? പക്ഷെ മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മഹിമയിൽ മേഘം വന്നു നിറഞ്ഞു. കുറവുള്ളവന്റെ പ്രാർത്ഥനയ്ക്ക് പോലും ദൈവസന്നിധിയിൽ വിലയുണ്ട്. ചുങ്കക്കാരനും പാപിയും ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം സ്വർഗം കേട്ടത് പാപിയായൊരു മനുഷ്യന്റെ ഫരീസയന്റെ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ആദ്യം ദൈവം കേട്ടത് പാപിയായ മനുഷ്യന്റെ പ്രാർത്ഥനയല്ലേ? ബൈബിൾ എഴുതിയിരിക്കുന്നു, അവന്റെ പ്രാർത്ഥന കേട്ട് അവൻ അനുഗ്രഹത്തോടെ നീതീകരിച്ച് അവൻ വീട്ടിലേക്ക് മടങ്ങിയെന്ന്. ഇന്ന് ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടും കേട്ടോ. ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടും കേട്ടോ. ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടും കേട്ടോ. എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച്, ജീവിതത്തിൽ ഒരു നല്ല ഉയർന്നു പറക്കാൻ ദൈവം ഒരു ചിറക് നിനക്ക് തരട്ടെ. ജീവിതത്തിൽ ഉയർന്നു പറക്കാൻ ഒരു ചിറക് നിനക്ക് വേണ്ടേ? ഉള്ള ചിറകുമായിട്ട് പോയാൽ പകുതിക്ക് വെച്ച് താഴെ പോവും. കുറച്ചുകൂടെ ബലമുള്ളൊരു ചിറക് നിനക്കുണ്ടാകട്ടെ. ബലമുള്ളൊരു ചിറക് നിനക്കുണ്ടാകട്ടെ. അത് ഉയർന്നു പറക്കാൻ എല്ലാവരും ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ചതഞ്ഞരഞ്ഞു പോയോ, സങ്കടപ്പെട്ടു പോയോ, വാടിപ്പോയോ, മുന്നേറിക്കൊള്ളണം. പഴയതോർത്ത് കരഞ്ഞോണ്ട് വിലപിച്ച് ശപിച്ച് പ്രാഗി ഇങ്ങനെ ഇരുന്നാൽ നിനക്ക് മുന്നേറാൻ പറ്റത്തില്ല കേട്ടോ. ഇന്നലെ കിട്ടിയ വേദനകളെയും ഓർത്ത് പ്രാഗിക്കൊണ്ടും കുറ്റം പറഞ്ഞും ശപിച്ചു കൊണ്ടുവരുന്നാൽ മുന്നേറാൻ പറ്റത്തില്ല കേട്ടോ. അതാ ഫിലിപ്പി ലേഖനം പറഞ്ഞു, ഇന്നലകളെ വിസ്മരിച്ചോണം. അത് കേൾപ്പിക്കാനാ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. അതൊക്കെ മുന്നേറാൻ ഒരു ജീവിതം നിനക്ക് തരാൻ, മുന്നേറാൻ കഴിയാനാ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. മുന്നേറിക്കൊള്ളണം. പറഞ്ഞേ, മുന്നേറും. ഞാൻ മുന്നേറും. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസിച്ച് ഞാൻ മുന്നേറും. ഞാൻ മുന്നേറും. ഒരു തിന്മയ്ക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഞാൻ ജീവിതത്തിൽ മുന്നേറും. ഒന്നും ഞാൻ ചെയ്യുന്നു, ഒന്നും ഞാനാ ചെയ്യേണ്ടത്, വേറെ ആരും നമുക്ക് വേണ്ടി അത് ചെയ്യത്തില്ല. ഒന്നും ഞാൻ ചെയ്യുന്നു. ഇന്നലകളിലെ വിസ്മരിച്ച് ദൈവം മുമ്പിൽ വച്ചിരിക്കുന്നവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറും. അങ്ങനെ തീരുമാനമെടുത്തവർ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച്, കുറവുകളോടെയുള്ള പ്രാർത്ഥനയാണേലും ഗൗരവത്തോടെ ദൈവം അത് കാണുന്ന സമയം. ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും ദൈവാശ്രയത്വം ഉള്ളവൻ പിശാചിനെ നിയന്ത്രിക്കും. എന്നാൽ ദൈവവചനവും പ്രാർത്ഥനയും ദൈവാശ്രയത്വം ഇല്ലാത്തവനെ പിശാച് നിയന്ത്രിക്കും. ഏതു വേണം? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കരമുയർത്തിക്ക്. ദൈവവചനം വിശ്വസിച്ച് ഏറ്റെടുത്തവർ കരമുയർത്തിക്ക്. ഇതാ ദൈവത്തിന്റെ ശക്തി നിന്നെ തൊടുന്ന സമയമാ. ഒരു മഹിമയിൽ മേഘം വന്ന് നിറയട്ടെ. എല്ലാ അധരങ്ങളും ഒന്ന് സ്തുതിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ അത് പറയുന്നു, വിശ്വാസത്തോടെ അത് പ്രാർത്ഥിക്കുന്നു. ദൈവാശ്രയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദൈവാനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ പാപങ്ങളുടെ കണക്കെടുക്കുകയല്ല ദൈവം ചെയ്യുന്നത്. എന്റെ അനുതാപത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി തരുകയാണ് ദൈവം ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിക്കുന്ന സമയം. കരങ്ങൾ താഴ്ത്തി ചേർന്ന് പാടിയേ. ഒരു മഹിമയിൽ മേഘം ഇന്ത്യയുടെ ജനത്തെ മൂടുന്നേ. എല്ലാവരും പറഞ്ഞു പാടാം. ഒരു മഹിമയിൽ മേഘം വിശ്വാസത്തോടെ പറഞ്ഞ്, ഇന്ത്യയിടത്തെ മൂടുന്നേ. ഒരു മഹിമയിൽ മേഘം എൻ ജനത്തെ മൂടുന്നേ. വിലകാതെ മേഘം നീ മേഘം നീ. പറയാമോ? വിലകാതെ മേഘം നീ, മുൻസല്ല മേഘം നീ. ആവിയാനവരേ, അൻപിൻ ആവിയാനവരേ, ഓഹോ ആവിയാനവരേ, അഴിവിൻ ആവിയാനവരേ, ഓഹോ ആവിയാനവരേ, അൻപിൻ ആവിയാനവരേ. ഒരു മഹിമയിൻ മേഘം ഇടത്തെ മൂടുന്നേ. എല്ലാവരും നിങ്ങളുടെ വീടിനെ ഒന്ന് മനസ്സിൽ കണ്ടേ. ഇത് പാടുമ്പോൾ ഉണ്ടല്ലോ, ഒരു വിലകാതെ മേഘം.
അല്ലെങ്കിൽ ഒരു മഹിമയിൽ മേഘം, ദൈവസാന്നിധ്യത്തിൻ്റെ മേഘം, കർത്താവെ വഴക്കും പിണക്കമുള്ള എൻ്റെ വീട്ടിലൊന്ന് നിറയണമെന്ന് പറഞ്ഞ് പരസ്പരം അകന്നു നിൽക്കുന്ന ആ വീട്, വഴക്കുള്ള വീട്, ദേഷ്യവും പിണക്കത്തിലുള്ള വീട്, ഒരുമിച്ചാണെങ്കിലും പരസ്പരം മെണ്ടലുകൾ വലിയ കുറവാണ്. പറഞ്ഞ് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു മേഘം എൻ്റെ വീട്ടിൽ നിറയണമെന്ന് പ്രാർത്ഥിച്ച്. എൻ്റെ മക്കൾ എന്നോടൊന്നും മിണ്ടുന്നില്ല, എൻ്റെ ജീവിത പങ്കാളി എന്നോട് അധികം തുറന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞ ഒരു മഹിമയിൽ മേഘം, വിലഹാതെ മേഘം നീർ മുൻശെല്ലം മേഘം എന്ന് പറഞ്ഞാൽ, വിലഹാതെ എന്ന് പറഞ്ഞാൽ മാറാത്ത, അതായത് ബൈബിളിലുണ്ട്, ഇസ്രായേൽ ജനം നടന്നപ്പോൾ ഒരു മേഘം മാറാതെ അവിടെ നിന്നു. നിങ്ങളെവിടെയും വീഴാതെ ഒരു ദൈവ സാന്നിധ്യം മാറാതെ കൂടെയുണ്ട് കേട്ടോ. മാറാതെ ഒരു വിലഹാതെ മേഘം നീർ മുൻശെല്ലം മേഘം നീർ, മുൻശെല്ലം മുൻപേ പോകുന്നു, നിനക്ക് മുൻപേ. വിലഹാതെ മേഘം നീർ മുൻശെല്ലം മേഘം എന്ന് പറഞ്ഞ്, വിലഹാതെ മേഘം മുൻശെല്ലം മേഘം ആവിയാണവരെ, എന്ന് പറഞ്ഞു, ആവിയാണവരെ. എല്ലാവരും ഒരു നിമിഷം ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നിങ്ങളിരിക്കുന്ന ഈ സ്ഥലം, ദുഃഖത്താൽ തകർന്നടിഞ്ഞവർ ഇവിടെ വന്നിട്ട് പുതിയ ജീവിതം കെട്ടിപ്പടുത്തു പോയിട്ടുണ്ട്. നിങ്ങൾക്കും അത് കഴിയട്ടെ. സങ്കടത്തോടെ വേദനയോടെ വന്ന നിങ്ങൾക്ക്, തകർന്നടിഞ്ഞു വന്ന നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം, പറഞ്ഞേ പുതിയ ജീവിതം, ന്യൂ ലൈഫ് കെട്ടിപ്പടുത്താൻ ഇവിടെ വച്ച് കഴിയട്ടെ. ഓർക്കേണ്ടതിനെ ഓർത്താ മതി, മറക്കേണ്ടതിനെ ഇവിടെ വച്ച് മറക്ക്. ദൈവം തന്ന ചില ഓർമ്മപ്പെടുത്തൽ, നീ താന്നു പോയപ്പോൾ നിന്റെ കൈക്ക് പിടിച്ചൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. വിശ്വസിച്ച് പറഞ്ഞേ ആമേൻ, ആമേൻ. നിങ്ങളുടെ ആ പ്രാർത്ഥനകളെ ഒന്ന് ഓർത്തേ പ്രിയപ്പെട്ടവരെ. അടുത്ത വെള്ളിയാഴ്ച നിയോഗ പ്രാർത്ഥന 31-ാം തീയതി തീരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ മാസം 1-ാം തീയതി മുതൽ കിട്ടിയ ഈ നിയോഗ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ മുഴുവൻ നിയോഗങ്ങളും അൾത്താരയിൽ എടുത്തു വച്ച് സമാപന ദിവസം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നമ്മൾ നിയോഗത്തിലൊരു നേർച്ച ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു നല്ല ആഘോഷമായി ആ ദിവസം മാറ്റാൻ ആഗ്രഹമുണ്ട്. ആ വെള്ളിയാഴ്ച ദിവസം, അവസാന വെള്ളിയാഴ്ച ദിവസം ഇവിടെ കിട്ടിയ എല്ലാ നിയോഗങ്ങളും അൾത്താരയിൽ തന്നെ, ഒന്നും എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ടില്ല, ഒന്നും എടുത്ത് എറിഞ്ഞിട്ടില്ല, എല്ലാം ഇവിടെ ഉണ്ട്. അതെല്ലാം അൾത്താരയിൽ വെച്ച് എഴുത്തിലൂടെ കിട്ടിയത്, മെസ്സേജ് അയച്ചു വന്നതെല്ലാം പ്രാർത്ഥനയിൽ വയ്ക്കും. ഒരനുഗ്രഹത്തിന് നല്ല തുടക്കമാകട്ടെ.